ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച ഒരു എന്താ പറയാ, ഞാനത് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആന്ന് പറയാറുണ്ട്. ഇത് എന്താ പറയാ, ഈ സുന്ദർ അതിസുന്ദർ എന്ന് പറയുന്ന എന്താ പറയാ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആവാനാണ് ചാൻസ്. അപ്പോൾ ഇതിന്റെ പേര് ദ യുണിക്സ് മൈൻഡ് സെറ്റ്, അതിന്റെ പുറകില് പോസിക്സ് ഓർ ലിനക്സ് മൈൻഡ് സെറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോ ഈ യുണിക്സ് എന്ന് പറഞ്ഞ സാധനം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് എല്ലാവർക്കും അറിയാം. പോസിക്സ് ഒരു ഫാമിലി ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പ്രതിനിധാനം ചെയ്യുമെന്ന് പറയാം. അതായത് യുണിക്സിന്റെ APIs, ഈ യുണിക്സ് തുടങ്ങിയ സമയത്ത് AT&T യുണിക്സ് ഉണ്ടായിരുന്നു, മൈക്രോസോഫ്റ്റിന്റെ യുണിക്സിന്റെ പേര് ക്സെനിക്സ് എന്നായിരുന്നു, HPUX ഉണ്ടായിരുന്നു, IBMന് AIX ഉണ്ടായിരുന്നു, ഹിറ്റാച്ചിക്ക് അവരുടെ യുണിക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പല യുണിക്സ് വേരിയൻസ് വന്നപ്പോൾ ഇതിന്റെ അപ്ലിക്കേഷൻ ബൈനറി ഇന്റർഫേസ്, അതേമാതിരി തന്നെ APIക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ 1988 IEEE അത് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ തിരിഞ്ഞപ്പോഴാണ് പോസിക്സ് സ്റ്റാൻഡേർഡ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഓഫ് കോഴ്സ് ഓപ്പൺ സോഴ്സ് വേൾഡിൽ ലിനക്സ് എമർജ് ചെയ്യാണ് ചെയ്തത്. ഇന്ന് യുണിക്സ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ BSD യുണിക്സ് ഉണ്ട്, ഫ്രീ BSD ഉണ്ട്. പക്ഷെ സ്റ്റിൽ ഇപ്പൊ ഇന്ന് ലിനക്സ് ആണ് ഇന്നത്തെ യുണിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പോസിക്സ് API സ്റ്റിൽ ഹോൾഡ്സ്. അപ്പോൾ ഇനി ഇതിന്റെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പോസിക്സ് APIയിലും യുണിക്സിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ പ്രോഗ്രാം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. കാരണം മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ ഈ അമേരിക്കയുടെ C3 സിസ്റ്റംസോ, അതായത് ഡിഫൻസ് കോൺട്രാക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഒരു പോസിക്സ് സബ്സെറ്റ് വേണമെന്നുള്ള ഒരു നിഷ്കർഷം വന്നപ്പോഴാണ് വിൻഡോസ് NTയിൽ പോസിക്സ് സബ് സിസ്റ്റം ഇത് ചെയ്തത്. അപ്പൊ ഇന്ന് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫുൾ കംപ്ലയൻസ് ഇല്ലെങ്കിലും ക്വാസി പോസിക്സ് കംപ്ലൈന്റ് ആണ്. ഇപ്പൊ പോസിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ്. പോസിക്സിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ഇനിയിപ്പോ ഈവൻ മാക് OS X BSD യുണിക്സ് ആണ്. അപ്പോ ഇപ്പൊ ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്രാക്ടിക്കലി RT ലിനക്സ് അതിൽ നിന്നുണ്ടായതാണ്. അപ്പൊ ഇന്ന് നോക്കുകയാണെങ്കിൽ പോസിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മെയിൻ ആയിട്ടുള്ളത്. അറിയാം, MS-DOS owes lot of its ideas to Unix, and of course അത് വിൻഡോസിലോട്ടും വന്നിട്ടുണ്ട്. പ്രാക്ടിക്കലി സ്പീക്കിംഗ് നിങ്ങൾക്കൊരു യുണിക്സ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ പ്രോഗ്രാം വെർച്വലി എവറി ഓപ്പറേറ്റിംഗ് സിസ്റ്റം അണ്ടർ ദ പ്ലാനറ്റ്. അത് നമുക്ക് ഇതെങ്ങനെയാണ് MULTICS എന്നായിരുന്നു കേട്ടോ, മൾട്ടിക്സ് എന്നായിരുന്നില്ല. ഓക്കെ, ദ ഒറിജിൻ ഓഫ് യുണിക്സ് ആൻഡ് ഇറ്റ്സ് പ്രെഡിസസർ മൾട്ടിക്സ്. അപ്പോൾ 1960s എൻഡില്, അതായത് മിഡിലെ ജനറൽ ഇലക്ട്രിക്, പിന്നെ MIT, പിന്നെ വേറെ ആരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ 3 കമ്പനികൾ ചേർന്ന് ഒരു യൂട്ടിലിറ്റി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പൊ അന്നത്തെ ഐഡിയ എന്തായിരുന്നു വെച്ചാൽ, അന്ന് ഡം ടെർമിനലേ ഉള്ളൂ. ടെർമിനൽ എമുലേഷൻ വെച്ചിട്ട് റിമോട്ട് മെഷീനിലോട്ട് കയറുക എന്നുള്ളതാണ്. അതായത് ഒരു PC എന്നുള്ളൊരു സാധനം അന്ന് ഇമാജിൻഡ് അല്ല. അതായത് കമ്പ്യൂട്ടിംഗ് ഈസ് എ വെരി എക്സ്പെൻസീവ് റിസോഴ്സ്. കമ്പ്യൂട്ടേഴ്സ് ആർ ഓൺലി അഫോർഡബിൾ ബൈ ബിഗ് കമ്പനീസ് ഓർ ഈവൻ ബിഗ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടറും അതിലോട്ട് കുറെ ആൾക്കാർ ടെർമിനൽസ് വെച്ച് കയറും എന്നുള്ളതായിരുന്നു അന്നത്തെ മൈൻഡ് സെറ്റ്. അപ്പോ ഈ MIT, AT&T ആൻഡ് ജനറൽ ഇലക്ട്രിക്, ഇവര് 3 പേരും കൂടിയാണ് മൾട്ടിക്സ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. കോർബറ്റോ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എഴുതിയിട്ടുണ്ട്. അയാളുടെ ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഈ മൾട്ടിക്സ് പ്രൊജക്ടിന്റെ ഐഡിയ എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമുക്കിപ്പോ ഇലക്ട്രിസിറ്റി പവർ ആണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഈ എന്താ പറയാ പ്ലഗിലോട്ട് നമ്മൾ ഒരു അഡാപ്റ്റർ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടും. അതേമാതിരി തന്നെ ഐഡിയ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ട്രിസിറ്റി യൂട്ടിലിറ്റി ആയിട്ട് കൊടുക്കണം, കമ്പ്യൂട്ടേഷൻ യൂട്ടിലിറ്റി ആയിട്ട് കൊടുക്കണം എന്നുള്ളതായിരുന്നു ഇത്. പക്ഷേ ഇവര് കുറേ കാര്യങ്ങൾ അതിൽ പയനിയർ ചെയ്തെങ്കിലും ആ പ്രൊജക്ട് എവിടെ എത്തിയില്ല. MITയും AT&Tയും കമ്പ്യൂട്ടർ ബിസിനസിന്റെ കാലങ്ങളോളം നിർത്തി പിന്നെ തിരിച്ചു വരിക ചെയ്തത്. അപ്പൊ ഈ മൾട്ടിക്സ് പ്രൊജക്ടില് AT&Tന്ന് കോൺട്രിബ്യൂഷൻ ചെയ്ത 2 പേര്, അതായത് രണ്ടുമില്ല, അതിനെ കൂട്ടം ബ്രയാൻ കർണിയനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിലും കെൻ തോംസണും ഡെന്നിസ് റിച്ചിയും കൂടി അവരൊരു മൾട്ടിക്സിന് ഒരു പണ്ണായിട്ട് യുണിക്സ്, അതായത് ഈ പണ്ട് രജനീകാന്തിന്റെ ഒരു സിനിമയിലുണ്ട്, ഞാൻ ഒരു തടവ സ്വന്നാൽ അത് 100 തടവ സ്വന്തമായിരിക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ പണ്ണിറങ്ങി, ഞാൻ ഒരു തടവ സ്വന്നാൽ അത് ഒരു തടവ സ്വന്തമായിരിക്കും. അപ്പൊ മൾട്ടിക്സ് കുറെ കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യണമെങ്കിൽ യുണിക്സ്
ചെയ്യണ കാര്യം നന്നായി ചെയ്യും എന്നുള്ളതായിരുന്നു അതിൻ്റെ ഇതിന്. അപ്പൊ അവരൊരു ഹയറാർക്കിക്കൽ ഫയൽ സിസ്റ്റം ഉണ്ടാക്കി, ഒരു ഷെൽ സിസ്റ്റം ഉണ്ടാക്കി, പിന്നെ കമാൻഡ് ചെയിനിങ്, അങ്ങനെ കുറേ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതിലൂടെ പയനിയർ ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇന്റർനെറ്റിലൊരു ഡോക്യുമെന്ററി ഉണ്ട്, അതായത് AT&T മുറേ ഹിൽ ലബോറട്ടറീസ്, മറ്റേ ന്യൂജേഴ്സിയിലാണ് ഇതൊക്കെ നടന്നത്. അപ്പോ ഇത് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരു PDP-7 ഡെക്ക് എന്നുള്ളൊരു കമ്പനി ഉണ്ട്. ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു, ഡിജിറ്റൽ എക്യുപ്മെന്റ് കോർപ്പറേഷൻ. അപ്പൊ ഡെക്കിന്റെ ആൽഫ ആർക്കിടെക്ചറിലും പണ്ട് വിൻഡോസ് NT ഓടുമായിരുന്നു. അപ്പൊ ഡേവ് കട്ട്ലർ എന്ന് പറഞ്ഞ ആൾ ഡെക്കിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഡെക്ക് ഒരു വൻ നെയിം ആയിരുന്നു. പിന്നെ അവരുടെ PDP-7 കമ്പ്യൂട്ടറിലോ 11 കമ്പ്യൂട്ടറിലോ PDP-7 ആണെന്ന് തോന്നുന്നു, അതിൽ ഒരു വേർഡ് പ്രോസസിങ് സിസ്റ്റം എഴുതി കൊടുത്ത എന്തോ, കാരണം അതൊരു ടെലിഫോൺ കമ്പനിയാണല്ലോ, അങ്ങനെ ഒരു ലബോറട്ടറിയിൽ അങ്ങനെയാണ് യുണിക്സ് ഒറിജിനേറ്റ് ചെയ്തത്. അപ്പോൾ എന്ത് പറ്റി, മൾട്ടിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാതായപ്പോൾ അതിന്റെ ഒരു റിയാക്ഷൻ എന്നോണമാണ് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം AT&T. അപ്പൊ ഒരു ഡോക്യുമെന്ററി ഉണ്ട്, അത് എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ യുണിക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഞാൻ ഒരു തടവ സ്വന്നാൽ അത് ഒരു തടവ സ്വന്തമായി, അതായത് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് ചെയ്യും, എനിക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിഞ്ഞൂടാ. അങ്ങനെ കമാൻഡ് കോമ്പോസിഷൻ ഇങ്ങനെ നോക്കുന്നു, കുറെ കൊച്ചു കൊച്ചു ഐഡിയ. അതിനെ യുണിക്സ് മിനിമലിസം എന്നാണ് ഞാൻ അതിലോട്ട് സംസാരിക്കാം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇങ്ങനെ ഒരു ലോ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്നതിന് പകരം അത് യുണിക്സ് റീറൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഉണ്ടായ ലാംഗ്വേജാണ് C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എവർ സിൻസ് അന്ന് മുതൽ യുണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C അണ്ടർ യുണിക്സ് ആണോ എന്ന് ചോദിക്കും. അപ്പൊ യുണിക്സും C പ്രോഗ്രാമിംഗ് ലാംഗ്വേജും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അതായത് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദോസ് ടൈംസ് അസംബ്ലി ലാംഗ്വേജിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എഴുതിയിരുന്നത്. ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എഴുതുക എന്നുള്ളത് ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ C വരാൻ തന്നെ മുമ്പ് 1967 മറ്റേ എന്താ പറയാ, മാർട്ടിൻ റിച്ചർഡ്സ് എന്ന് പറഞ്ഞാൽ BCPL ബേസിക് കമ്പൈൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അങ്ങനെ ഒരു ലാംഗ്വേജ് ഉണ്ടാക്കി. അപ്പൊ കെൻ തോംസൺ, ദ പേഴ്സൺ ഹു ഇസ് ദ ഒറിജിനൽ ഇൻവെന്റർ ഓഫ് യുണിക്സ് ആസ് വെൽ ആസ് ദ ഗോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പുള്ളി BellHS എന്ന് പറയുന്ന ചെസ് എഞ്ചിനൊക്കെ എഴുതിയിട്ടുള്ള വളരെ ഒരു ബുദ്ധിമാനായ മനുഷ്യനായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പൊ റോപ്പായിക്കും, പിന്നെ പിൽക്കാലത്ത് നമ്മൾ കമ്പ്യൂട്ടിങ്ങിൽ കാണുന്ന മിക്ക നെയിംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഈ അവര് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിഭാവനം ചെയ്തപ്പോ അപ്പൊ ഈ C ലാംഗ്വേജ് അത് റീറൈറ്റ് ചെയ്യുക OS ചെയ്ത്. അപ്പൊ OS C ഇത് ചെയ്തപ്പോ C-നെ ഹൈ ലെവൽ അസംബ്ലർ എന്നൊക്കെ വിളിക്കുന്നത്. വളരെ കുറച്ച് സിൻഡെക്സ് ഉണ്ട്. അതായത് അത് അറിയണമെന്നുണ്ടെങ്കിൽ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബ്രയാൻ കെർണിഗൻ ആൻഡ് ഡെന്നിസ് റിച്ചി ബുക്കിന്റെ 2nd എഡിഷനാണ് ഇവിടെ വൈഡ്ലി അവൈലബിൾ. പക്ഷെ ഞാൻ പണ്ട് കമ്പ്യൂട്ടർ പഠിക്കാൻ പോയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ ഒരു ഫസ്റ്റ് എഡിഷൻ ആയിരുന്നു ഈ ബുക്കിന്റെ, 1977 എഡിഷൻ. അപ്പൊ ആ ബുക്ക് എക്സാമ്പിൾ 88 ഇറങ്ങിയ ബുക്കും തമ്മിലുള്ള ആ ഡിഫറൻസ് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ C ലാംഗ്വേജ് യുണിക്സിന്റെ ഒപ്പമാണ് ഇത് ചെയ്യണേ. അപ്പോൾ പിൽക്കാലത്ത് C ലാംഗ്വേജ് പ്രോഗ്രാംസ് എല്ലായിടത്തേക്കും പോർട്ടായെങ്കിലും യുണിക്സിന്റെ ഹെഡർ, യുണിക്സിന്റെ ലൈബ്രറീസ്, ഇതിലൊക്കെ ഒരു യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബയാസ് ഉണ്ട്. അതേമാതിരി യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ യുണിക്സ് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C അറിഞ്ഞുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, യു ആർ നോട്ട് കൺസിഡർഡ് എ പ്രോപ്പർ യുണിക്സ് ഗൈ. പിന്നെ Perl Python ഒക്കെ വന്നെങ്കിലും ഇന്നും if I want to consider somebody as a Unix developer or a Linux developer, he ought to be a C++ programming language developer എന്നാണ് എൻ്റെ ഒരു ബയാസ്. ഓക്കെ, അപ്പൊ ഈ എന്താണ് ഈ യുണിക്സ് ഇത്ര സക്സസ്ഫുൾ ആവാൻ കാരണം? അതായത് ചെയ്യണ കാര്യം മര്യാദയ്ക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഈ നിങ്ങൾക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ മറ്റേ കമ്പോസ് ചെയ്തിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അവരുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു വെച്ചാൽ യുണിക്സ് ഗീവ്സ് യു മെക്കാനിസം, പോളിസി ഹാസ് ടു ബി സെറ്റ് ബൈ ദ യൂസർ. അപ്പോൾ അതിൽ സ്റ്റാർട്ടപ്പ് കോഡ് ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എൻവയോൺമെന്റൽ വേരിയബിൾസ്, പ്രീ ഡിഫൈൻഡ് എൻവയോൺമെന്റൽ വേരിയബിൾസ് ഉണ്ട്. എവറി പ്രോസസ് റൺസ് അണ്ടർ സം കൈൻഡ് ഓഫ് എൻ എൻവയോൺമെന്റൽ വേരിയബിൾ. പിന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഷെല്ല് ഇതുണ്ട്. അപ്പൊ യു ക്യാൻ കസ്റ്റമൈസ് ഹൗ യുവർ മെഷീൻ ഷുഡ് ബി. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ പറയാ, വേർഷൻ കൺട്രോൾ സിസ്റ്റം ഒക്കെ യുണിക്സിലാണ് ഉണ്ടായത്. SCCS, മാർക്ക് റോഷ്കിൻഡ് എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ ഇൻവെന്റർ. അയാൾ പിൽക്കാലത്ത് ഒരു യുണിക്സ് പ്രോഗ്രാമിങ്ങിന്റെ ഒരു കിടിലൻ ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റോഷ്കിൻഡിന്റെ ബുക്ക്, സ്റ്റീവൻസിന്റെ ബുക്കൊക്കെ ലെജൻഡറി ബുക്സ് ആണ്.
ഓക്കെ, അപ്പൊ മെക്കാനിസം വേഴ്സസ് അപ്പൊ യുണിക്സ് യൂസ് മെക്കാനിസം പോളിസി ഹാസ് ടു ബി സെറ്റ് ബൈ ദ യൂസർ. ഈ മെക്കാനിസം പോളിസി ഡിവൈഡ് ആണ് യുണിക്സിന്റെ ബിഗസ്റ്റ് കോൺട്രിബ്യൂഷൻ. For some reason, okay, since I worked with SCO Unix and those kind of thing, പിന്നെ certain books കാരണം ആ ഒരു യുണിക്സ് മിനിമലിസം മെക്കാനിസം വേഴ്സസ് പോളിസി ഹാസ് ഗൈഡഡ് മൈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കരിയർ. അതുകൊണ്ടാണ് ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ DSL കോൺഫിഗറബിൾ സിസ്റ്റത്തോടും എക്സ്റ്റൻസിബിൾ സിസ്റ്റത്തോടൊക്കെ ഒരു താല്പര്യം വരാൻ കാരണം ഈ മെക്കാനിസം വേഴ്സസ് പോളിസി ഡിവൈഡ് ആണ്. ഇപ്പൊ എവരി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അയാൾ ആർക്കിടെക്റ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ആക്ച്വലി പ്ലാറ്റ്ഫോം ഡിസൈൻ എന്ന് പറഞ്ഞാൽ മെക്കാനിസം ഡിസൈൻ തന്നെയാണ്. പോളിസി മറ്റേ എന്താ പറയുക പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ പ്രൊഡക്റ്റ് എഴുതുന്നവര് സെറ്റ് ചെയ്യും. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെല്ലാണ്. ഷെൽ ആക്സസ് എ ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എവരി പ്രോഗ്രാം ഈസ് എ കമാൻഡ് ആൻഡ് എവരി കമാൻഡ് ഈസ് എ പ്രോഗ്രാം. അപ്പോൾ ഇതൊരു ഭയങ്കര എന്താ പറയാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ LS അടിച്ചു, LS എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഡയറക്ടറി. ഓക്കെ, മറ്റേ വിൻഡോസിന് DAR. ഇപ്പൊ DAR എന്ന് പറഞ്ഞാൽ അലിയാസ് ഉണ്ട് ഇപ്പോൾ പല സ്ഥലത്തും. അലിയാസ് കൊടുക്കാവുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ പവർ ഷെല്ല് മിക്ക യുണിക്സ് കമാൻഡും അലിയാസിങ് വെച്ചിട്ടാണ് അവര് എമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയാ നമുക്ക് ഈ ഒരു C പ്രോഗ്രാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് മറ്റേ എന്താ പറയാ അത് നിങ്ങളുടെ ഷെൽ പ്രോഗ്രാമിൽ നിന്ന് വിളിക്കാം. നിങ്ങൾക്ക് മറ്റ് C പ്രോഗ്രാമിൽ നിന്ന് സ്പോൺ ചെയ്യാം. അപ്പോൾ ഈ EXE സ്പോൺ ചെയ്ത് ടാസ്ക് ചെയ്യുക, മൾട്ടി ടാസ്കിങ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ മെയിൻ സ്ട്രീമിൽ എത്തിച്ചതിൽ യുണിക്സിന് വലിയ പങ്കുണ്ട്. അപ്പോൾ എവരി പ്രോഗ്രാം ഇസ് എ കമാൻഡ് ആൻഡ് എവരി കമാൻഡ് ഇസ് എ പ്രോഗ്രാം. പിന്നെ എന്താ വെച്ചാൽ കമാൻഡ് കമ്പോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ പൈപ്പ് ഓപ്പറേറ്റർ ഉണ്ട്, റീഡയറക്ഷൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ടാസ്ക് ആയിട്ട് ഓടിക്കാം ആംപർസാൻഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് മറ്റേ പ്രോഗ്രാമിലോട്ട് നമുക്ക് ഈ ഇൻപുട്ട് പൈപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഇന്റർ പ്രോഗ്രാം കമ്മ്യൂണിക്കേഷനും റിച്ച് സെറ്റ് ഓഫ് പ്രിമിറ്റീവ്സ് ഉണ്ട്. അപ്പൊ കമാൻഡ് കമ്പോസിഷൻ ആൻഡ് ഷെല്ല് ഒരു എന്താ പറയാ ഒരു നിങ്ങൾ ഇഫ് യു ഫീൽ ദാറ്റ് ഓക്കെ യു വാണ്ട് ടു നിങ്ങളൊരു നല്ല ഡെവലപ്പർ ആവണമെന്നുണ്ടെങ്കിൽ ഷെല്ലിൽ നല്ല കംഫർട്ട് വേണം. അത് ഷെല്ല് തന്നെ ഒറിജിനൽ SH ഉണ്ട്, പിന്നെ BOU സ്റ്റീവൻ ബോണോ എന്താണ് ബോൺ അഗെയിൻ ഷെല്ലുണ്ട്, ബാഷ്, കോൺ ഷെല്ലുണ്ട്. കോൺ ഷെല്ല് വളരെ പവർഫുൾ ആയിട്ടുള്ള ഷെല്ലാണ്. ഇപ്പൊ അബിനിഷു എന്നുള്ള ടൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഷെല്ല് നിങ്ങൾക്ക് ഉപയോഗിക്കാന്ന് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി പ്രോഗ്രാമിൽ എംബെഡ് ചെയ്യാം. ഇനി there are environments in Windows like Cygwin and MSys which uses shell as an interface. അപ്പോൾ അവർ POSIX ഷെല്ല് അല്ലെങ്കിൽ യുണിക്സ് ഷെല്ല് വിൻഡോസിലോട്ട് പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ WSL അങ്ങനെ വന്നതാണ്, പക്ഷെ തിരിച്ച് ഇപ്പൊ ഒരു ഫുള്ളി വെർച്വൽ OS ആണ്. അതെന്തുകൊണ്ടാണെന്ന് പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആ മിനിമലിസം എല്ലാ സ്ഥലത്തേക്കും, അതായത് മിനി ലാംഗ്വേജ് എന്ന് പറയും. അതായത് ഇപ്പൊ ട്രോഫ് ടൈപ്പ് സെറ്റിങ്ങിന് വേണ്ടി, പിന്നെ മറ്റേ ടെക്സ് ലാറ്റക്സ് ഈക്വേഷൻ മാത്തമാറ്റിക്കൽ ഈക്വേഷൻ ചെയ്യാൻ വേണ്ടി കുറേ മിനി ലാംഗ്വേജസ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താ പറയാ പുസ്തകം എഴുതാം, അങ്ങനെ ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ, ഇതിനെല്ലാം ഇതുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഡൊമൈൻ സ്പെസിഫിക് ലാംഗ്വേജ് അത്രയും പോപ്പുലർ ആവാൻ കാരണം യുണിക്സ് ആണ്. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ യുണിക്സിന്റെ ഒരു ബേസിക് ഐഡിയ ആയി. സോ ഐ വിൽ പോസ് ഹിയർ, ദെൻ വി വിൽ ഡിസ്കസ്. ഇനിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോ ടോപ്പിക്കും യുണിക്സ് എന്താ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് അത് തന്നെയാണ്. RPC പ്രോഗ്രാമിംഗ് മോഡൽ എങ്ങനെ ഉണ്ടായി, ഓക്കെ, അത് യുണിക്സിൽ എങ്ങനെ ഇത് ചെയ്തു. പിന്നെ നെറ്റ്വർക്ക് വിൻഡോയിങ് എന്താണ്, എക്സ്പെൻഡ്, അപ്പൊ ഇതൊക്കെ ഓരോ സിസ്റ്റം ഇതാണ്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഇപ്പൊ സോ ഫാർ ഇവിടെ വന്നത് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആൾക്കാർക്ക് ആഡ് ചെയ്യാം. നൗ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ദ ഡിസ്കഷൻ. അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. അതായത് സാറേ മറ്റേ ഓപ്പൺ റീഡ് റൈറ്റ് ക്ലോസ് പാരാഡിംസ് ഒക്കെ അവർ ഈ യുണിക്സ് അതായത് ആ ഫസ്റ്റ് ഓപ്പൺ സിസ്റ്റത്തിൽ തന്നെ കൊണ്ടുവന്നതാണ്. ആ മോഡൽ തന്നെയാണ് പിന്നീട്. അതെ അല്ല അതൊരു ഞാൻ ഇവിടെ എഴുതാൻ പറഞ്ഞു, അതൊരു തിങ് ഈസ് ട്രീറ്റഡ് ആസ് എ ഫയൽ ഓർ എ ഫയൽ സ്ട്രീം. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യുണിക്സിൽ ബേസിക്കലി എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് മോഡൽ ഉണ്ട്, ഓപ്പൺ റീഡ് റൈറ്റ് ക്ലോസ് പ്രോഗ്രാമിംഗ് മോഡൽ. അതായത് എന്താ വെച്ചാൽ അത് FCNTL.h MyO.h എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾക്ക് ഒരു ഫയല് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓപ്പൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഫയൽ നെയിം കൊടുക്കുക, റീഡ് റൈറ്റ് ആണോ ടെക്സ്റ്റ് ആണോ ബൈനറി ആണോ എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ആയിട്ട് അതിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാം.
അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റൈറ്റ് ചെയ്യാം. ഒരു ഫയൽ കോപ്പി പ്രോഗ്രാമൊക്കെ എല്ലാ യൂണിക്സ് പ്രോഗ്രാമേഴ്സും സി പഠിക്കുമ്പോൾ ആദ്യമേ എഴുതാറുണ്ട്. അപ്പോൾ ഈ ഇതിനെ ഈ ഈ പറഞ്ഞ ഫയൽ എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി ഹാർഡ് ഡിസ്കിലുള്ള ഒരു ഒരു ഡ്രൈവിലുള്ള ഫയൽ ആവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി എ ഡിവൈസ് ഡ്രൈവർ. സോ യു ക്യാൻ റീഡ് ഫ്രം എ ഡിവൈസ് ഡ്രൈവർ ആസ് വെൽ ആസ് യു ക്യാൻ റൈറ്റ് ഇൻ ടു എ ഡിവൈസ് ഡ്രൈവർ. അപ്പോൾ ഇനിയിപ്പോ ഈ നെറ്റ്വർക്കിലും നോക്കിക്കഴിഞ്ഞാൽ സെൻഡ് റിസീവ് എന്നുള്ള സാധനങ്ങളൊക്കെ ഈ എന്താ പറയാ ഫയൽ ഹാൻഡിലാണ്. ഒരു IO ഡിസ്ക്രിപ്റ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പണ്ട് ഒരു യുണിക്സ് പ്രോസസ്സിൽ 255 ഫയലേ പറ്റുള്ളൂ. ആദ്യത്തെ 5 ഒരു STD ഇൻ, STD ഔട്ട്, STD ഓക്സ്, STD എറർ, STD PR അങ്ങനെ 5 ഫയൽ അവർ ഓപ്പൺ ചെയ്ത് വെക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവൈസ് ഡ്രൈവറും ഡിസ്ക് ഫയലും നെറ്റ്വർക്ക് സോക്കറ്റ് ഹാൻഡിലും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ 255 പറ്റുള്ളായിരുന്നു. അപ്പോൾ എവറിത്തിങ് ഈസ് ഫയൽ എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങളിപ്പോൾ പിൽക്കാലത്ത് അത് ജാവയിലും C# നോക്കി അറിയാം. നിങ്ങളിപ്പോൾ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ എഴുതുകയാണെങ്കിൽ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഗെറ്റ് ഇൻപുട്ട് സ്ട്രീം, ഗെറ്റ് ഔട്ട്പുട്ട് സ്ട്രീമാണ് നിങ്ങൾ ചെയ്യണേ. ശ്രദ്ധിച്ചേണ്ട ചേർത്തെ. അപ്പൊ ഈ ഡിവൈസ് അതായത് യൂസർ മോഡിൽ നിന്ന് കേർണൽ മോഡിലോട്ട് പോകാൻ വേണ്ടി 3 ഓപ്ഷൻസാണ് ബേസിക്കലി ഉള്ളത്. ഒന്ന് IOCTL, IO ഫോർ കൺട്രോൾ ഡിവൈസസ്, അല്ലെങ്കിൽ കൺട്രോളിങ് ദ ഡിവൈസ്. അതിനെ മൈക്രോസോഫ്റ്റ് വിളിക്കുന്നത് ഡിവൈസ് IO കൺട്രോൾ എന്നാണ്. പിന്നെയുള്ളത് ഓപ്പൺ റീഡ് റൈറ്റ് ക്ലോസ് ആണ്. മൈക്രോസോഫ്റ്റ് അതിനെ ക്രിയേറ്റ് ഫയൽ, റീഡ് ഫയൽ, റൈറ്റ് ഫയൽ, ക്ലോസ് ഫയൽ, ആ API ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് പ്രൊക് ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞ സാധനമുണ്ട് ലിനക്സിൽ, അല്ലെങ്കിൽ സിസ് ഫയൽ സിസ്റ്റം. ഈ നമുക്ക് അതിലോട്ട് റൈറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഡിവൈസ് ഡ്രൈവർ എഴുതുന്ന ആളുടെ ചോയ്സ് ആണ്. ആ ഡിവൈസ് ഡ്രൈവറിലോട്ട് യൂസർ മോഡ് പ്രോഗ്രാംസോ മറ്റ് പ്രോഗ്രാംസ് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഡിവൈസ് ഡ്രൈവർ റൈറ്റർ തീരുമാനിക്കും അയാൾക്ക് IOCTL മതിയോ, അയാൾക്ക് ഓപ്പൺ റീഡ് റൈറ്റ് ആണോ എന്നുള്ളത്. അതാണോ നാച്ചുറൽ ഇത് തന്നെ. ചിലപ്പോൾ രണ്ടും സപ്പോർട്ട് ചെയ്യും. ചില ആൾക്കാർ പ്രൊക് ഫയൽ സിസ്റ്റവും സിസ് ഫയൽ സിസ്റ്റം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടാണ്. പ്രൊക് സമയത്താണെങ്കിൽ സിസ് ഉണ്ടാവില്ല, സിസ് ഉണ്ടെങ്കിൽ ഇതുണ്ടാവില്ല. അപ്പൊ അങ്ങനെ 3 സ്റ്റാൻഡേർഡ് ഇന്റർഫേസ് യൂസർ മോഡും കേർണൽ മോഡും തമ്മിൽ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ബിൽഡിനാണ്. അപ്പോൾ ഈ പറഞ്ഞതിന്റെ മിക്ക കാര്യങ്ങളും ഫസ്റ്റ് വെർഷൻ ഓഫ് യൂണിക്സ് തന്നെ. ചിലപ്പോൾ മൾട്ടിക്സിൽ അത് റിസർച്ച് ചെയ്തുകൊണ്ട് കിട്ടിയതായിരിക്കും. ശരത്തെ ഓർഡി. അപ്പോൾ അതായത് അല്ല, ഇത് സാറ് പാർഷ്യലി ആൻസർ ചെയ്ത്, അതായത് ഞാൻ ഫോളോ അപ്പ് ക്വസ്റ്റൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ യൂസർ സ്പേസ് കേർണൽ സ്പേസ് ഡിമാർക്കേഷൻ ആയും തുടങ്ങി ഉണ്ടായിരുന്നോ എന്ന് അറിയാൻ ആയിരുന്നു. അത് തീർച്ചയായും. കാരണം ഈ പ്രൊട്ടക്ഷൻ ഒരു വലിയ പ്രോബ്ലം ആയിരുന്നു. അതായത് മൂവ്മെന്റ് നിങ്ങളുടെ പണ്ട് ഇപ്പൊ MS DOS ഒരു മോണോലിത്തിക് സിംഗിൾ ടാസ്കിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. കാരണം ഒരു EXE ഓടാൻ പറ്റുള്ളൂ എന്ന് പറയണേ. പക്ഷെ അതിന്റെ ഉള്ളില് ഇപ്പൊ ഡിവൈസ് ഡ്രൈവേഴ്സിനൊക്കെ ത്രെഡ് മാതിരിയുള്ള ടൈം സ്ലൈസ് ചെയ്യുമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ സ്പൂൾ ചെയ്യാൻ വേണ്ടി അവര് ഈ സർട്ടൺ ഇന്ററപ്റ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ കുറെ TSR എന്ന് പറയും, ടെർമിനേറ്റ് ബട്ട് സ്റ്റേ റെസിഡന്റ് പ്രോഗ്രാംസ് ഉണ്ട്. അതൊക്കെ എഴുതാനുള്ള ഹുക്കൊക്കെ ഉണ്ടായിരുന്നു. ഈവൻ നിങ്ങൾക്ക് സീല് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം മൾട്ടി ത്രെഡിങ് ഒക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, സെറ്റ് ജമ്പ്, ലോങ് ജമ്പ് വെച്ചിട്ട്. അപ്പോൾ ഈ എവിടെയൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തില് ഇതുണ്ടോ, അപ്പൊ MS DOSന് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ യുണിക്സ് ഒക്കെ എന്റെ അറിവനുസരിച്ചിട്ട് ഇറ്റ് വാസ് ആക്ച്വലി എ പ്രൊട്ടക്റ്റഡ് മോഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫ്രം ദ ഡേ ഇറ്റ് സ്റ്റാർട്ടഡ്. കാരണം അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, 286 ഓടുള്ളായിരുന്നു ലിനക്സ്. അതായത് ഞാൻ കണ്ടായിരുന്നു, ഞാൻ 286 ലിനക്സ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അതിന് മറ്റേ പ്രിവിലേജ് ലെവലൊക്കെ ഉണ്ട്. അപ്പൊ യൂസർ മോഡ് കേർണൽ മോഡ് സെപ്പറേഷൻ പണ്ട് പോലെ ഉണ്ട്. അതായത് യുണിക്സിൽ ഞാൻ MS DOS is the only operating system I have seen അതില്ലാത്ത. അതായത് MS DOS 16 ബിറ്റ് ആണ്, 16 ബിറ്റ് വരെ അതുണ്ടായിരുന്നുള്ളൂ അല്ലേ, അത് കഴിഞ്ഞിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് അവര് ബാക്ക് ഡോർ കൊണ്ടുവന്നു, ഡോസ് എക്സ്റ്റൻഡർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഡോസ് പ്രൊട്ടക്റ്റഡ് മോഡ് ഇന്റർഫേസ് എന്നൊക്കെ പറഞ്ഞത് അത് അവരുടെ ഒരു പറഞ്ഞു. അപ്പൊ MS DOSൽ മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ നമുക്ക് പോയി മറ്റേ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തൊക്കെ കൊളാക്കാൻ പറ്റുന്ന ഏകസ്ഥലം കണ്ടേക്കണത്. ഈ സാറേ, ഞാൻ ഒരു ബൂട്ട് ലോഡർ ചെയ്യുന്ന ഒരു സാധനം ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ ആക്ച്വലി 16 ബിറ്റ്, അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 16 ബിറ്റ് മോഡായിരിക്കും, എന്നിട്ട് നമ്മൾ ഡെലിബറേറ്റ്ലി മാറ്റണം എന്നാണ് കണ്ടത്. അതായത് അത് രണ്ട് രീതിയുണ്ട്. അതായത് ഈ BIOS 87H എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, Int 87H. അതിൽ നിന്ന് റിയൽ ചെയ്യുന്ന പ്രൊട്ടക്റ്റിലോട്ട് മാറ്റാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആക്ച്വലി മറ്റേ എന്താ പറയാ, ഈ പ്രോസസ്സറിനെ പ്രോഗ്രാം ചെയ്യണം. അതായത് നമ്മൾ അത് ബയോസ് തലത്തിൽ ചിലപ്പോൾ നമ്മൾ ആ ഡിഫോൾട്ട്
മോഡ് വല്ല മാറ്റിയിടോ? അതെ 87H കൊടുത്തു കഴിഞ്ഞാൽ റിയൽ മോഡിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് മോഡിലോട്ട് വരും. അതായത് വെച്ചാലേ അപ്പം സി ഇപ്പൊ അപ്പൊ 32 ബിറ്റ് പ്രോസസ്സേഴ്സ് വന്നപ്പോ 32 ബിറ്റ് പ്രോസസ്സേഴ്സ് വന്നപ്പോ ഒരു പ്രോബ്ലം വന്നു. എങ്ങനെയാണ് ഓൾഡ് MS-DOS പ്രോഗ്രാംസ് ഓടുന്നത്? അത് റിയൽ മോഡ് പ്രോഗ്രാംസ് ആണ്. പ്രൊട്ടക്റ്റഡ് മോഡ് പ്രോഗ്രാംസ് ആണ് 32 ബിറ്റിൽ ബൈ ഡിഫോൾട്ട് ഓടിക്കാനുള്ളത്. അപ്പൊ അവര് ചെയ്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇങ്ങനെ റിയൽ മോഡ് പ്രൊട്ടക്ട് മോഡ് 2 മോഡ് കൊടുക്കരുത്. പ്രൊട്ടക്ട് മോഡിൽ നിങ്ങൾക്ക് മറ്റേ സ്വിച്ച് ചെയ്യണം. അതായത് ബൈ ഡിഫോൾട്ട് റിയൽ മോഡ് അങ്ങണ്ടായിരുന്നു. മനസ്സിലായി. അപ്പൊ ഈ അല്ല നമ്മൾ ഈ ബയോസ് സ്ഥലത്തില് അത് മാറ്റിയിടുവാണെങ്കിൽ അപ്പൊ നമ്മുടെ ഈ ബൂട്ട് ലോഡർ സെമാൻറ്റിക്സ് മാറും അല്ലേ? അതായത് അവിടെ അല്ല, പക്ഷെ അവര് 32 ബിറ്റിന് വേണ്ടി UEFI എന്ന് പറഞ്ഞ സാധനമുണ്ട്, യൂണിഫൈഡ് എക്സ്റ്റൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ്. ഇപ്പൊ ബയാസ് ഇപ്പൊ ഞാൻ 2011 16 MB ഒക്കെയാണ്. അപ്പൊ ഞാൻ തുടങ്ങുമ്പോ 128 K ഒക്കെ ഭയങ്കര വലിയ സാധനം സൈസാ, മനസ്സിലായില്ലേ? 32 ചെറിയ ബയോസ് സൈസ് ആയിരുന്നു. ബയോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ബൂട്ട് ലോഡർ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ഫയൽ സിസ്റ്റവും. പക്ഷെ ആദ്യകാലങ്ങളിലെ ബയോസ് ചിലപ്പോൾ ആൾക്കാർക്ക് അധികം ഈ ഡയറക്റ്റ് ഹാർഡ്വെയർ ഇന്റർഫേസ് പ്രോഗ്രാം ചെയ്യാൻ അറിയാത്തോണ്ടായിരിക്കും കേട്ടോ. ബയോസ് വളരെ പവർഫുൾ ആയിരുന്നു. പ്രാക്ടിക്കലി 32 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബയോസ് യൂസ് ചെയ്യാറില്ല. അവര് ഫ്ലാറ്റ് മോഡ് എന്ന് പറയും. റിയൽ മോഡ് സെഗ്മെന്റഡ് മോഡ്. അത് ഇറ്റ്സ് എ ടോപ്പിക് ഇൻ ഇറ്റ് സെൽഫ് ആക്ച്വലി. അതുപോലെ ഡോസ് ബോക്സിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് എടുക്കാം. അല്ല, അത് ആക്ച്വലി ഇപ്പോൾ റാസ്ബെറി അങ്ങനത്തെ ഏതെങ്കിലും ചെറിയ ഡിവൈസ് എല്ലാം വാങ്ങിച്ചിട്ട് അത് അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ വെർച്വൽ മെഷീൻ ഇട്ട് അല്ലെങ്കിൽ QML അത് വെച്ചിട്ട് നമുക്ക് പല ഇത് കിട്ടും. അല്ല, ഇപ്പൊ വെർച്വൽ മെഷീൻസ് ഒക്കെ ഉള്ളതുകൊണ്ട്, ഇപ്പൊ ഒറാക്കിൾ വെർച്വൽ ബോക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ സിസ്റ്റം സോഫ്റ്റ്വെയർ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സിസ്റ്റം നശിപ്പിക്കും. സിസ്റ്റം തൂങ്ങൂലല്ലോ. അതെ അതെ. ശ്രീത്ത് എന്താ ചോദിക്കാൻ വന്നത്? കേർണൽ എന്ന് പറയണതാണോ യൂണിക്സിന്റെ OS എന്ന് പറഞ്ഞാൽ, അതോ അതിന് എന്താണ് ആ ഒരു ഡിസ്ക്രിപ്ഷൻ? അല്ല, ഇപ്പൊ കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഇപ്പൊ നിങ്ങൾ GNU പ്രോജക്റ്റ് കേട്ടിട്ടുണ്ടല്ലോ. GNU is not Unix എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. അതിന് റിക്കർസീവ് ആക്രോണിം എന്താന്ന് നോക്കിയാൽ ഇപ്പൊ GNU is not Unix. മറ്റേ ബിങ്ങിനെ പറയണത് ബിങ് ഈസ് നോട്ട് ഗൂഗിൾ, BING. പിന്നെ വൈനെ പറയണ വൈൻ ഈസ് നോട്ട് ആൻ എമുലേറ്റർ. പിന്നെ അങ്ങനെ എല്ലാത്തിനും പണ്ണുണ്ട്, മനസ്സിലായില്ലേ? അത് റിക്കർസീവ് ആക്രോണിം എന്ന് പറയും. അപ്പൊ GNU എന്ന് പറഞ്ഞ പ്രോജക്റ്റിനെ GNU ഈസ് നോട്ട് യുണിക്സ് എന്നാണ്. ആ പ്രോജക്റ്റ് Emacs എഡിറ്റർ എഴുതിയിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഓരോരുത്തർ GCC കമ്പൈലർ എഴുതി, സ്റ്റാൽമാൻ. ഓരോരുത്തർ യുണിക്സ് യൂട്ടിലിറ്റി ഇങ്ങനെ ഓപ്പൺ സോഴ്സ് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ വേർഷൻ ഉണ്ടാക്കാൻ തുടങ്ങി. ഇവരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവര് ഒരു GNU ഹേർഡ് എന്ന് അടിച്ചാൽ മതി. ഇപ്പൊ അത് ഓപ്പറേഷനിലാണ്. അങ്ങനെ ഒരു മൈക്രോ കേർണൽ ആർക്കിടെക്ചറാണ് അവർ കേർണലിന് കൊടുത്തത്. പക്ഷെ ആ കേർണല് റെഡി ആയില്ല. 1991 ഫിൻലൻഡിൽ നിന്നുള്ള ഒരു പുള്ളി ഒരു കേർണല് പ്രസന്റ് ചെയ്തു. അതാണ് ലിനക്സ് ആയത്. അപ്പൊ ലിനക്സ് വിത്ത് GNU യൂട്ടിലിറ്റീസ് ആണ് നമ്മൾ ഇന്ന് പറയുന്ന ലിനക്സ്. അപ്പൊ നമ്മള് സ്റ്റാൾമാൻ അതിന്റെ അഭ്യർത്ഥന എന്ന് വെച്ചാൽ നമ്മള് ലിനക്സ് എന്ന് പറയാൻ പാടില്ല, GNU ലിനക്സ് എന്ന് പറയുന്നത്. അപ്പൊ കേർണൽ ഏതാന്ന് വെച്ചാൽ ആ ലിനക്സ് ടോർവാൾഡ്സ് എഴുതിയ സാധനമാണ് കേർണൽ. അപ്പൊ റെഡാറ്റ്, കാൽഡറ, ഉബുണ്ടു ഒക്കെ ചെയ്യണത് എന്താന്ന് വെച്ചാല് ലിനക്സിന്റെ കേർണലും അതിനെ ചുറ്റിപ്പറ്റി GNU യൂട്ടിലിറ്റീസ് വെച്ചിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുക. ഡിസ്ട്രോസ് ഉണ്ടാക്കിയിട്ടാണ് ഇവരൊക്കെ ബിസിനസ്സിലോട്ട് ഇത്രയും വലിയ കമ്പനികളായത്. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോ കേർണൽ എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ഇല്ല അല്ലെ? യൂണിക്സ് അങ്ങനെയല്ല. ഇപ്പൊ യുണിക്സ് ആണോ എന്ന് വെച്ചാലേ, ഇപ്പൊ നിങ്ങളിപ്പോ MSys അല്ലെങ്കിൽ സിഗ്വിൻ എന്ന് പറഞ്ഞ എൻവയോൺമെന്റ് ഉണ്ട്, CYGWIN. MSys 2 ഈ GCC അണ്ടർ വിൻഡോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്താൽ കിട്ടും. അത് പ്രാക്ടിക്കലി മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മുകളിൽ ഒരു യുണിക്സ് എൻവയോൺമെന്റാ. പക്ഷെ ആക്ച്വലി അത് യുണിക്സ് അല്ല. അണ്ടർലൈങ് OSഉം കേർണലും വിൻഡോസ് ആയിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് ഒരു പക്ഷെ ഒരു ഓപ്പൺ
ക്ലോസ് ആ ഒരു പ്രിൻസിപ്പൽ മോഡലായിരിക്കും, പക്ഷെ അതിന്റെ ഉള്ളിൽ അത് റിസോൾവ് ചെയ്യുന്ന വേറെ അങ്ങനെയാണ് ആ അല്ലെ? അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഇതിനെ കുറിച്ച് എന്താ പ്രശ്നം എന്ന് പറയാം, ഇപ്പൊ ഈ OS നെ കുറിച്ച് റീസെർച്ച് ചെയ്യണമെങ്കിൽ അപ്ലിക്കേഷൻ ബൈനറി ഇന്റർഫേസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ABI. അപ്പൊ ഇപ്പൊ ഡിവൈസ് ഡ്രൈവർ ഇപ്പൊ ലോഡ് ചെയ്യാന്ന് വെച്ചോ, കേർണൽ ഒരാളെടുത്ത് അവരൊരു സബ്സിസ്റ്റത്തിനുണ്ട് ഡിവൈസ് ഡ്രൈവർ ലോഡ് ചെയ്യാൻ പറഞ്ഞാൽ ആ ഡിവൈസ് ഡ്രൈവർ എന്ത് ഫയൽ ഫോർമാറ്റ് ആയിരിക്കണം, അത് എങ്ങനെയാണ് ലോഡ് ചെയ്യേണ്ടത്, അതിന്റെ സ്ട്രാറ്റജി റുട്ടീൻ എങ്ങനെ ഇരിക്കും, അതിന്റെ ഇന്ററപ്റ്റ് റുട്ടീൻ എങ്ങനെ ഇരിക്കും, ഇതൊക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിവൈസ് ഡ്രൈവർ കേർണലിലോട്ട് ലോഡ് ചെയ്യണത് അല്ലെ? കേർണൽ സ്പേസ് ഉണ്ട്, കേർണൽ ഉണ്ട്. കേർണൽ എന്ന് പറഞ്ഞ സാധനമാണ് ആ ബൂട്ട് സ്ട്രാപ്പ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് ബേസിക് കാര്യങ്ങൾ ചെയ്യില്ലേ, അതായത് ഒരു എക്സിക്യൂട്ടീവ് ആണ്, ബാക്കി 90% ഡിവൈസ് ഡ്രൈവേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബയോസ് ബൂട്ട് ലോഡറിൽ നോക്കുന്നത് കേർണലിനെ ആയിരിക്കുമോ? അങ്ങനെയല്ല, ബയോസ് നോക്കുന്ന വെച്ചാൽ ബൂട്ട് ലോഡറിൽ അവർ പോയിട്ട് സെക്ടർ 0 ഒരു സാധനം ഉണ്ട്, അത് അങ്ങോട്ട് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലോട്ട് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ജമ്പ് ചെയ്യും. ബയോസ് അത്ര പറയുള്ളൂ. അപ്പൊ അവിടെ ഇരിക്കുന്നത് ഒരു ബെയർ മെറ്റൽ ഇതിന് ഓടുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ, അതെയോ ഒരു ഗ്രബ് മാതിരിയുള്ള ഒരു ബൂട്ട് ലോഡർ ആണോ, അതെയോ ഹൈപ്പർവൈസർ മാതിരിയുള്ള ഒരു വെർച്വൽ മെഷീൻ മാനേജർ ആണോ എന്നുള്ളത് അവിടുത്തെ സോഫ്റ്റ്വെയർ തീരുമാനിക്കും, അവിടെ കിടക്കാൻ എന്താണെന്ന് തീരുമാനിക്കും. ബയോസിനെ അതിനെ കുറിച്ചൊന്നും അറിയില്ല, മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ ഈ സോഫ്റ്റ്വെയർ എന്താ പറയണത്, ഈ ബെയർ മെറ്റൽ ഹൈപ്പർ ആ ലെയർ എന്ത് ലെയർ ആണത്? അതിന് ഇപ്പൊ ബൂട്ട് സെക്ടറിലുള്ള കോഡ്, അതിപ്പോ ബൂട്ട് ലോഡർ എന്ന് വേണമെങ്കിൽ വിളിക്കാം നമുക്ക്, മനസ്സിലായില്ലേ? ബയോസ് കഴിഞ്ഞാലാണ് ഈ ബൂട്ട് ലോഡർ തന്നെ അല്ലേ ശരിക്കും? അല്ല, ബയോസ് ആണ് ബൂട്ട് ഡിവൈസിൽ നിന്ന് ലോഡ് ചെയ്യുന്നത്. ബയോസ് അങ്ങനെ പ്രോഗ്രാം ചെയ്യണേ, ഗോ ടു സെക്ടർ 0 സാധനം. ബയോസ് ഒരു റീഡ് ഓൺലി മെമ്മറിയിൽ ഹാർഡ്വെയർ തരുന്ന സാധനമായിരിക്കും. അതൊരു IC ആണ്, ഒരു ചിപ്പാണ് അത്. അതെ, ബൂട്ട് ലോഡർ നമുക്ക് കസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം അല്ലെ? നമുക്ക് നമ്മുടെ ബൂട്ട് ഡിവൈസിൽ എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ബൂട്ട് ഡിവൈസ് ആണ് ബുദ്ധിമുട്ടാണ്, നിങ്ങള് ഫ്ലോപ്പിന്ന് വേണോ, പെൻ ഡ്രൈവിന്ന് വേണോ, ഹാർഡ് ഡിസ്ക് 1 വേണോ, ഡിസ്ക് 2 വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബയോസിന് ആ ഏതാണ് ഡിവൈസ് അത് റീഡ് ചെയ്യാനുള്ള ബേസിക് ഇൻപുട്ട് സിസ്റ്റം ഉണ്ട്, അതേ നിങ്ങൾക്ക് ബൂട്ട് ചെയ്യാൻ സമ്മതിക്കുള്ളൂ അവര്. അപ്പൊ അവര് പ്രീ ഡിഫൈൻ സ്ഥലത്തേക്ക് എടുത്തിട്ട് ഇത് ചെയ്യും. അവിടെ ചിലപ്പോ മറ്റേ ലിനക്സ് ലോഡർ എന്നൊക്കെ പറഞ്ഞ സാധനം ഇരിക്കേണ്ടതാണ്. അപ്പൊ അവര് തന്നെ ചോദിക്കും GNU Linux 8.1 വേണോ, മറ്റേ റെഡാറ്റ്, അങ്ങനെ ചോയ്സ് കൊടുക്കാം നിങ്ങൾക്ക്. വേണമെങ്കിൽ വിൻഡോസും ലിനക്സും തമ്മിലുള്ള ഒരു ചോയ്സ് കൊടുക്കാം. അങ്ങനെയാണ് മൾട്ടി ബൂട്ട് സിസ്റ്റംസ് ഉണ്ടാക്കുന്നത്. അപ്പൊ കേർണൽ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേർണൽ എന്ന് പറഞ്ഞൊരു റുട്ടീനും ഉണ്ട്, കേർണൽ സ്പേസ് ഉണ്ട്, കേർണൽ മോഡ് എന്ന് പറയും. ഡിവൈസ് ഡ്രൈവേഴ്സ് ഒക്കെ കേർണൽ സ്പേസിലിരിക്കണേ, മനസ്സിലായില്ലേ? കേർണലിലല്ല ഇരിക്കുന്നത്, ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി കേർണൽ. ഈ ഒരുതരം പ്ലഗിനാന്ന് പറഞ്ഞാൽ മതി, കേർണലിന്റെ പ്ലഗിനാന്ന് പറഞ്ഞാൽ മതി. ഒരു കേർണലിന്റെ ഡെഫിനിഷൻ ഒരാള് ചോദിക്കുകയാണെങ്കിൽ എന്താ അത് ശരിക്കും പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ലോ ലെവൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് എ മെഷീൻ അതാണ് കാണുന്നത്. അവിടെ ആയിരിക്കും ഈ പറഞ്ഞ ത്രെഡിങ്ങിന്റെ സ്കെഡ്യൂൾ അങ്ങനെയുള്ള സാധനങ്ങൾ, അതിന്റെയൊക്കെ ലോജിക്ക് ഇരിക്കുന്നത് അവിടെ ആയിരിക്കും. ഈ മൾട്ടി കോർ അബ്സ്ട്രാക്ഷൻ ഒക്കെ എന്ത് വരുമോ അങ്ങനെ? അത് കാണല്ലോ, അതൊക്കെ ഇവര് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. പിന്നെ ആ സമയത്തല്ല, അത് ലേറ്റർ ആയിരിക്കുള്ളൂ. അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിലെ സിമെട്രിക് മൾട്ടി പ്രോസസിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. അസിമെട്രിക് മൾട്ടി പ്രോസസിംഗ് ഉണ്ടായിരുന്നു. സിമെട്രിക് മൾട്ടി പ്രോസസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നും സെർവർ മെഷീൻസിൽ മൾട്ടിപ്പിൾ CPUs ഉള്ള ബോർഡുകളുണ്ട്, അത് PC മെഷീനിലില്ല. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് CPU-ലും ഷെഡ്യൂൾ ചെയ്യുന്നതിനെയാണ് അസിമെട്രിക് എന്ന് പറയുന്നത്. പക്ഷെ മിക്ക വിൻഡോസ് ഒക്കെ ആദ്യം അറിയുന്നത് സിമെട്രിക് ആയിരുന്നു. അതായത് ഒരു CPU വിൻഡോസ് ഡെഡിക്കേറ്റ് ചെയ്യും, മറ്റേ CPU മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കും. പിന്നെയുള്ള മൾട്ടി കോർ വന്നേ. അല്ല നമ്മള് അപ്പൊ യുണിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ ഒരു ഷെല്ല്, സെറ്റ് ഓഫ് ടൂൾസ്, സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കമാൻഡ്സ്, ഒരു പ്രോഗ്രാമിംഗ് മോഡല്, അതിനെ നമ്മൾ യുണിക്സ് എന്ന് വിളിക്കേണ്ടത്. കേർണല് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടെക്നിക്കലി സ്പീക്കിംഗ് ഈ ഒരു റെഡ് ഹാറ്റിന് വേണമെങ്കിൽ മറ്റേ
നമ്മുടെ ലിനക്സ് കേർണൽ മാറ്റിയിട്ട് ഹേർഡ് കേർണലോ ഇനി വേറെ ഏതെങ്കിലും കേർണൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇതേമാതിരിയുടെ മെഷീൻ ഉണ്ടാക്കാൻ പറ്റും, പ്രാക്ടിക്കലി സ്പീക്കിംഗ്. അപ്പോ കേർണലാണോ നിങ്ങളുടെ യൂസറിന്റെ ഇന്റർഫേസ് ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി സ്പീക്കിംഗ് യൂസറിന്റെ ഇന്റർഫേസ് ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ? അതാണ് എന്റെ കാര്യം. അത് നമ്മള് ഇപ്പോ ടെർമിനൽ വഴിയാണെങ്കിൽ അതായിരിക്കാം അല്ലെ? അതെ, ഇനിയിപ്പോ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇപ്പൊ എക്സ് വിൻഡോസ് വഴിയാണ് നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ടെർമിനൽ എടുക്കാതെ ഒന്നും നിങ്ങൾക്ക് സിസ്റ്റം മാനേജ്മെന്റ് ടാസ്കോ നെറ്റ്വർക്കിംഗ് കോൺഫിഗറേഷനോ അങ്ങനെയൊക്കെ പറ്റുന്നതായ ബുദ്ധിമുട്ടാണ്. പണ്ട് ഈ മറ്റേ ലിനക്സ് ഒക്കെ ടെക്സ്റ്റ് മോഡിലോട്ട് കൂട്ടിയിട്ട് സ്റ്റാർട്ട് ടെക്സ്റ്റ് അടിച്ചാലേ കേട്ടുള്ളൂ. പിന്നെയാണ് അവര് മെഷീനൊക്കെ റാമൊക്കെ കൂടി കഴിഞ്ഞപ്പോഴാണ് അവര് ഓട്ടോമാറ്റിക്കലി ഉബുണ്ടു ഒക്കെ GUI മോഡിലോട്ട് കയറുന്നത്. പക്ഷെ ഇപ്പോഴും സെർവർ മെഷീൻസ് ഇല്ലേ? ഇപ്പൊ നിങ്ങള് ഈ ജി എഡിറ്റ് എന്ന് പറഞ്ഞ നല്ല എഡിറ്റർ ഒക്കെ ഉണ്ട്, നോട്ട് പാഡ് സ്റ്റൈൽ. പക്ഷെ അത് ഉപയോഗിക്കരുതെന്ന് പറയും. VAയും Emacs ഉപയോഗിക്കാൻ പറയും. കാരണം എന്താ വെച്ചാല് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന മെഷീനിൽ GUI ഉണ്ടാവില്ല, റിമോട്ട് മെഷീന്. അത് ഓർഡല്ലേ? അപ്പൊ നിങ്ങള് ഈ റിമോട്ടായിട്ടല്ല അതിനെ ഇത് ചെയ്യുന്നത്. ഇതൊരു വലിയ പ്രോബ്ലം ആണ്. വിൻഡോസ് യൂസേഴ്സിനാണ് പ്രൈമറി പ്രോബ്ലം അത്. അല്ല അത് പക്ഷേ ഇപ്പൊ മാക്കിലാണെങ്കിലും ഉണ്ടല്ലോ, ഇപ്പൊ മിക്ക ആൾക്കാരും അത് മാക് ഒരു BSD യുണിക്സ് സിസ്റ്റം ആണ്, ഡാർവിൻ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മുകളിലാണ്. ആ ഒരു ബോധത്തോടെ അല്ല ചെയ്യുന്നത്. ടെർമിനലൊക്കെ മര്യാദയ്ക്ക് യൂസ് ചെയ്യുന്നതൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ എന്താ പറയാ സെഡ്യൂസ്ഡ് ബൈ GUI. പക്ഷെ അങ്ങനെ വേണമെന്നല്ലേ, ഇപ്പൊ പവർ ഷെല്ല് ഇപ്പൊ നല്ല പവർഫുൾ അല്ലേ? പക്ഷെ ഓക്കെ, ഒരു ഷൈനസ് ഉണ്ട്. അതായത് കമാൻഡ് പ്രോംപ്റ്റിനെ കൊണ്ടുള്ള ഒരു ഏതാ അല്ല സാറ് ആ ഒരു എവല്യൂഷന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ട് കിട്ടിയല്ലേ മൈൻഡ് സെറ്റ്. അതർവൈസ് അതെ എന്റെ കേസില് ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ 2 ഫേസ് ഉണ്ട്. അതായത് ഈ എന്റെ ചെറുപ്പത്തിലേക്ക് യുണിക്സ് മെഷീൻ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കമ്പനിയിൽ ജോലി കിട്ടണം. വളരെ കുറച്ച് കമ്പനികളിൽ ഒറാക്കിളൊക്കെ ഉള്ള കമ്പനിയിലേ കിട്ടുള്ളൂ. അപ്പൊ ഒരു പ്രൊജക്റ്റ് ആക്സിഡന്റലി കോ യുണിക്സിൽ വർക്ക് ചെയ്യാൻ പറ്റിയ പിന്നെ ഒരു യുണിക്സ് സിസ്റ്റം എനിക്ക് പ്രാക്ടിക്കലി ഞാൻ പോകുന്ന ഒരു കമ്പനിയിലും എനിക്ക് ജോലി കിട്ടാറുണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോ 96-ലെ ആ വൺ ഓഫ് പ്രൊജക്ട് കഴിഞ്ഞിട്ട് വീട്ടില് വാങ്ങിച്ച മെഷീനില് മറ്റേ റെഡ് ഹാറ്റ് OS ഒക്കെ RHOS ഒക്കെ ഇട്ടിട്ട് മറ്റേ കളിച്ച കാര്യങ്ങളേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ എനിക്ക് യുണിക്സില് 96 കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രോഗ്രാം ചെയ്യണത് 2010-ലാണ്. ഇപ്പൊ നമ്മള് ഇടയ്ക്ക് കയറും, പക്ഷെ ഇങ്ങനെ നമ്മള് വിൻഡോസ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണേ. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ അന്നും ഈ പുസ്തകം വാങ്ങിക്കും, യുണിക്സ് പ്രോഗ്രാമിംഗ് എൻവയോൺമെന്റ്, പിന്നെ ദ ആർട്ട് ഓഫ് യുണിക്സ് പ്രോഗ്രാമിംഗ്, നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ യുണിക്സ് ബുക്ക് വെച്ചിട്ടാണ് പഠിക്കണത്. അത് വിൻഡോസിൽ കോഡ് ചെയ്യണമെന്നുള്ളൂ. പിന്നെ സിഗ്വിൻ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ചെയ്ത്. അപ്പൊ ഒരു കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് വെച്ചത് 2010-ല് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട് ഷാൽവിൻ എന്ന് പറഞ്ഞ പുള്ളി, മറ്റേ എന്താ പറയാ ഈ കൊച്ചിയിലെ ഐലക്കിന്റെ അവിടെ നിന്ന് പുള്ളി ഇത് വാങ്ങിച്ചു, 100 രൂപയ്ക്ക് 5 CD ഉള്ള ഡിസ്ട്രിബ്യൂഷൻ വാങ്ങിച്ചു, ഡെബിയന്റെ. അപ്പോ ഈ ഡിസ്ട്രിബ്യൂഷൻ നമ്മളെ ചായ പിടിക്കുന്ന കടയില്ലേ, അവിടെ ഞാൻ 100 രൂപ എടുത്തിട്ട് അത് വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ എന്റെ ഡെസ്ക്ടോപ്പിലും എന്റെ അന്നത്തെ എന്റെ ലാപ്ടോപ്പിലും കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോ അന്ന് വൈറസ് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് മെയിൻലി എന്റെ ഡെസ്ക്ടോപ്പിലിട്ടെ. അപ്പോ അവിടെ ഇരുന്നിട്ട് എഴുതിയ C പ്രോഗ്രാംസ് ആണ് ഞാൻ നെറ്റിലിട്ടത്. അത് കുറെ പേരൊക്കെ വായിക്കുകയും അങ്ങനെ ഞാൻ എന്താ പറയാ ലിനക്സിലോട്ട് കുറെ സോഫ്റ്റ്വെയർ ചെയ്യാൻ അവസരം വേണ്ടിയപ്പോൾ 2011 മുതല് ഫുള്ളി യുണിക്സ് മൈൻഡ് സെറ്റ്. അന്ന് ഒരു യുണിക്സിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരുന്നുള്ളൂ അതിന് മുമ്പ്. അപ്പോ എന്ന സ്ഥാനത്ത് ചില ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ ഇപ്പൊ ഒറാക്കിളിലൊക്കെ വർക്ക് ചെയ്തവരൊക്കെ കുറച്ചും കൂടി പിന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ടാസ്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവർ അൺഫോർച്ചുനേറ്റ്ലി പ്രോഗ്രാമിങ്ങിലോട്ട് വന്നില്ല. ഇപ്പൊ മെയിൻ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസ് ആൾക്കാര് ബിക്കോസ് ഓഫ് പൊളിറ്റിക്കൽ റീസൺസ്
ഓർ എൻട്രി ബാരിയർ ഉള്ളതുകൊണ്ട് ലിനക്സ് പഠിക്കില്ല. ലിനക്സ് ആൾക്കാർക്ക് വിൻഡോസിനോട് പുച്ഛമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 2010 വെൻ ഐ ലേൺഡ് ലിനക്സ് പ്രോഗ്രാമിംഗ്, വിത്തിൻ 6 months എനിക്ക് എന്താ പറയാ ഒരു 7-8 കൺസൾട്ടിങ് വർക്കിൽ എക്സംപ്ലറി വർക്ക് ചെയ്യാൻ പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ വിൻഡോസ് പ്രോഗ്രാമിംഗ് മോഡൽ അറിയാവുന്ന വിൻഡോസ് പ്രോഗ്രാമിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും മിക്കവരും ഡോട്ട്നെറ്റ് ആയി കഴിഞ്ഞത്. സോ നൺ ഓഫ് ദ ന്യൂ എന്താ പറയാ വിൻഡോസ് API, സി ലാംഗ്വേജ് ബേസ്ഡ് വിൻഡോസ് API അല്ലെങ്കിൽ C++ ബേസ്ഡ് MFC ഓർ ATL. അപ്പോ അതും അറിയണം, പിന്നെ മറ്റേ ലിനക്സിലോട്ട് അറിയണം. അപ്പൊ ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ലിനക്സ് പഠിച്ചു കഴിഞ്ഞപ്പോ ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടി, മനസ്സിലായില്ലേ? അത് ലക്കുണ്ടായിരുന്നത് ഞാൻ ഐ ന്യൂ, അതായത് ഈ എന്താ പറയാ വർക്കിംഗ് വിത്ത് ലിനക്സ് ഇവൻ അത്രയായില്ല, കാരണം അതിന് മുമ്പ് പ്രോഗ്രാമിംഗ് ഒക്കെ അത്രയും ഇൻവോൾവ് ആവാൻ എനിക്ക് പറ്റിയില്ല, മനസ്സിലായില്ലേ? പക്ഷെ ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ ഈ ലിനക്സിൽ ഇരുന്നുകൊണ്ടാണ് ഒബ്ജക്റ്റീവ്-C പഠിച്ചത്. പിന്നെ എന്താ പറയാ ജാവ അണ്ടർ ലിനക്സ് വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ഓപ്പർച്യൂണിറ്റി കൂടാൻ തുടങ്ങി. കാരണം മിക്ക സ്ഥലത്തും ബൈ ദാറ്റ് ടൈം ഡെവലപ്മെന്റ് ക്ലൗഡ് പൊങ്ങിയിട്ടില്ല അന്ന്. അപ്പൊ ഡെവലപ്മെന്റ് നടക്കുന്നത് വിൻഡോസിലാണെങ്കിലും ഡിപ്ലോയ്മെന്റ് ലിനക്സിലായിരുന്നു അന്ന് തന്നെ. അത് ഏർലി 2000 തന്നെ തുടങ്ങിയതാ ആ മൂവ്മെന്റ്. ഞാൻ ആകെ എന്റെ ലൈഫില് ഒരു സ്ഥലത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് മാക് ഒഴിച്ച്, അതായത് ലിനക്സ് എനിക്ക് പോയപ്പോഴാണ് ഞാൻ എന്താ പറയാ ലിനക്സിൽ ഡെവലപ്പ് ചെയ്തത്. ഇത് ഡെവലപ്മെന്റ്, അതായത് ഡെസ്ക്ടോപ്പ് ആയിട്ട്. വിൻഡോസിലാണ് പ്രാക്ടിക്കലി ഡെവലപ്മെന്റ് ചെയ്യുന്നത്, ബിൽഡ് ചെയ്യും നമ്മൾ. കാരണം നമ്മൾ ഉറപ്പിക്കാനൊന്നും പറ്റൊന്നുമില്ല, കാരണം നമ്മുടെ സ്റ്റാൻഡേർഡ് JDK വെച്ചിട്ട് ലിനക്സിലെ അതിന്റെ മുകളിൽ കറക്റ്റ് ആയിട്ട് ഓടുന്നു. അപ്പൊ ആ ഒരു അല്ല ഒരു കണക്കിന് ശരിയാണ്, കാരണം ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയത് ആ ഹിസ്റ്റോറിക്കലി ഇവോൾവ് ചെയ്തോന്നുകൊണ്ടാണ്. പക്ഷെ എനിക്കൊരു ഒരു ഇതുണ്ടായിരുന്നു. അതിപ്പോ ഞാൻ പറയട്ടെ, അതിപ്പോ ജാവ തന്നെ, അതായത് ഫോർ സം റീസൺ ഞാൻ വിഷ്വൽ C++ കുറെ എക്സൽ ചെയ്തപ്പോ ആൾക്കാർ എന്നെ ജാവ ഞാൻ നല്ല പ്രൊജക്ട് ചെയ്താൽ തന്നെ ആരെങ്കിലും സീരിയസ് ആയിട്ട് എന്നെ ജാവയിൽ കൺസിഡർ ചെയ്യണേ നോക്കിയപ്പോ മനസ്സിലായില്ലേ? പിന്നെ 2001-ലും 2-ലും 3-4 പ്രോജക്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു പ്രോജക്ട് ചെയ്യണത് 2007-ലാണ്. ആ സമയമൊക്കെ അതായത് എന്താ പറയാ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ച് ഡോട്ട്നെറ്റ് ആക്കും, മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ഇതുണ്ട്. പക്ഷെ ആ എന്താ പറയാ ഡെബിയന്റെ ആ ഡിസ്ട്രിബ്യൂഷൻ വാങ്ങിച്ചത് ഒരു ഡിഫൈനിങ് മൂവ്മെന്റ് ആയിരുന്നു. കാരണം ഒരു ടെക്നിക്കൽ കരിയർ അവസാനിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു വൈഡർ ലെവലിലോട്ട് പോകാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അത് ഒരു എന്താ പറയാ ഇപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് റീസൈൻ ചെയ്യണം, മറ്റേ കണ്ടെയ്നറിനെ കുറിച്ച് റീസൈൻ ചെയ്യണം, കുബർനെറ്റിസിനെ കുറിച്ച് റീസൈൻ ചെയ്യണം. നിനക്ക് ഒരു യൂണിക്സ് മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ കുറെ ടൂൾ ഉപയോഗിക്കാന്നല്ലാതെ ഇത് അർത്ഥമൊന്നുമില്ല. പിന്നെ ഈ മിക്ക പ്രോഗ്രാമിംഗ് ഇപ്പൊ ഗോ ഒക്കെ ആദ്യകാലങ്ങളിൽ ലിനക്സ് വിൻഡോസിൽ അവൈലബിൾ ആയിരുന്നില്ല ഇറങ്ങിയപ്പോഴൊക്കെ. ഞാൻ പക്ഷേ നോഡ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കവർ ചെയ്തപ്പോഴേക്കും വിൻഡോസ് ഡെവലപ്മെന്റ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായി. അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞ വെച്ച് കഴിഞ്ഞാല് ഈ ഏതാ അല്ല അതായത് മറ്റേ ഹാക്കർ കമ്മ്യൂണിറ്റിയിലെ ഒരു വിൻഡോസ് ഒരു ചോയ്സ് അല്ല, ഗെയിമേഴ്സ് ആണ് ഇപ്പോൾ. അതായത് ഫോർ സം റീസൺ ഇപ്പോൾ മോഡേൺ സിനാരിയോയിൽ അങ്ങനെയാണ്. ഞാനിപ്പോൾ അവിടെ നിന്ന് അമേരിക്കയിലെ ഇപ്പോൾ പിള്ളേരുടെ ഇടയിലൊക്കെ ആണെങ്കിലും കാണാം ഈ ആ ഒരു ഹീറ്ററഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുത്തിവെക്കണമെന്ന് തോന്നുന്നുണ്ട്. മറ്റേ ഇവിടെ ആയുർവേദത്തിനെതിരെ ഡോക്ടേഴ്സിനെ പ്രോഗ്രാം ചെയ്യുന്ന സെയിം ഫിനോമിന ഉണ്ട്. അങ്ങനെയല്ല, ഇതിന്റെ ഉള്ളിൽ ഒരു തമാശയുണ്ട്. ഈ ആൾക്കാരെയൊക്കെ വിൻഡോസിന് എന്ത് കുറ്റം പറഞ്ഞാലും ബെറ്റർ പ്രോഗ്രാമിംഗ് ഫ്രണ്ട്ലി ടൂൾസ് ഉണ്ടാക്കാനും ഇപ്പൊ ഈവൻ നല്ല ഇപ്പൊ വിഷ്വൽ C++ ഈസ് സ്റ്റിൽ ബൈ ഫാർ ദ ബെസ്റ്റ് കമ്പൈലർ ഔട്ട് ഇൻ ദ വേൾഡ്. പിന്നെ POM, ATL നല്ല പയനിയറിംഗ് പ്രോഗ്രാമിംഗ് മോഡൽസ് ഒക്കെ മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മൈക്രോസോഫ്റ്റ് യുണിക്സ് ഇപ്പൊ നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ഒരു ഫംഗ്ഷൻ പോയിന്ററും മറ്റേ ഒരു C-ലെവൽ API ഒതുങ്ങും റെഡിയാ. അതിനപ്പുറത്തേക്ക് പോകാറില്ല ഇതുള്ള കാരണം.
സ്ഥാനത്ത് വിൻഡോസിൽ ഇപ്പൊ ഡയറക്ട് 3D ഇപ്പൊ ഓപ്പൺ ചെയ്യാനുണ്ട്. ഓപ്പൺ ചെയ്യൽ ഒരു കോൾ ലെവൽ ഇന്റർഫേസ് ആണ്, പക്ഷേ ഡയറക്ട് 3D ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഇന്റർഫേസ് ആണ്. നിങ്ങൾ മനസ്സിലായാം? അപ്പൊ ഈ മൈക്രോസോഫ്റ്റിൽ നിങ്ങൾ C++ അഡ്വാൻസ് വിൻഡോസ് പ്രോഗ്രാം ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ബി ദാറ്റ് ഗുഡ്. മനസ്സിലായില്ലേ? പക്ഷേ കമ്മ്യൂണിറ്റിക്ക് ആ ഇതില്ല. കാരണം മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കുന്ന ടൂൾസിനെ മൈക്രോസോഫ്റ്റ് കമ്മ്യൂണിറ്റി തന്നെ എന്താ പറയാ ഇത് ചെയ്യുന്നില്ല. അതായത് എന്താ അംഗീകരിക്കുന്നില്ല. വലിയ ഒരു ബഹുമാനമൊന്നുമില്ല. അതെന്തോ ഇതാണ്. പക്ഷെ എങ്കിലും അത് മൈക്രോസോഫ്റ്റിന് 2 പരിപാടി ഉണ്ട്. അവർക്ക് ഒരു സൂക്ഷ്മ API ഉണ്ടാവും, പിന്നെ ഒരു സ്ഥൂല API ഉണ്ടാവും. സൂക്ഷ്മ API ഒരു C ആയിരിക്കും, സ്ഥൂല API ഒരു കോമായിട്ട് ഇത് ചെയ്യും. എന്നിട്ട് അവർക്ക് വിഷ്വൽ ബേസിക് എന്നൊക്കെ വിളിക്കാന്ന് പറയും. മനസ്സിലായ? അതായത് ഒരു കോൾ ലെവൽ ഇന്റർഫേസ് C ലെവലിലും ഉണ്ടാവും, അതിന്റെ മുകളിലൊരു മറ്റേ ഒബ്ജക്റ്റ് ഓറിയന്റഡ് റാപ്പർ എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്ന ഒരു കോമൺ റാപ്പറാണ്. അപ്പൊ എന്ന് വെച്ചാൽ വിഷ്വൽ ബേസിക് ഡെൽഫി എന്ന് എല്ലായിടത്തും വിളിക്കാമല്ലോ. അപ്പൊ ആ ഒരു രീതിയിലാണ്. പിന്നെ എന്താ പറയാ, മൈക്രോസോഫ്റ്റ് തന്നെ ഫോർ സം റീസൺ നേറ്റീവ് കോഡ് ഡെവലപ്മെന്റ് ഇങ്ങനെ അതിലോട്ട് പുഷ് എന്നുവെച്ചാൽ അധികം എൻകറേജ് ചെയ്യുന്നില്ല ആൾക്കാരെ. പക്ഷേ സ്റ്റിൽ ദർ ഈസ് മണി ടു ബി മെയ്ഡ് ലോട്ട് ഓഫ് തിങ്സ്. നിങ്ങൾക്ക് ഗെയിമും അതേമാതിരി തന്നെ വിൻഡോസിലൊരു വൈബ്രന്റ് ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റി ഉണ്ട് ഇപ്പോഴും. അല്ല, ഗെയിമിംഗ് വിൻഡോസേ ഉള്ളൂ, അല്ലെ പിന്നെ മൊബൈൽ ഇതിലോട്ട് പോകണം. അതെ അതെ. അപ്പൊ ആ ഒരു പിന്നെ മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇപ്പോ നേറ്റീവ് ലാസ്റ്റ് പറയുന്ന നേറ്റീവ് ടൂൾസ് ഉണ്ട് മിക്ക ലിനക്സ് ബൈനറി ഉണ്ടാക്കാനും ഒക്കെ, LLVM ഇതൊക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വിഷയങ്ങളോട് കടന്നാലോ? ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ മെയിൻ ഫ്രെയിം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ അതും ഇതും തമ്മിലുള്ള എന്താണ് മെയിൻ ഫ്രെയിമിന് ഇപ്പൊ ഞാൻ പറയട്ടെ, അത് ഒരു എന്താ പറയാ, ഇപ്പൊ എനിക്ക് മെയിൻ ഫ്രെയിം ഒന്നും ഞാൻ മറ്റേ എന്താ പറയാ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ മെയിൻ ഫ്രെയിം സിസ്റ്റംസ് UST-ല് പല ക്ലയൻസ് ഇവര് ഡെവലപ്പ് ചെയ്യണ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ അവരുടെ ഇപ്പോ ഒരു പർട്ടിക്കുലർ കമ്പനി 50,000 ക്ലെയിംസ് പെർ ഡേ ആ പ്രോസസ് ചെയ്യുന്നത്. അത്രയും ക്ലെയിംസ് ഒന്നും അത് പ്രോസസ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഡിഫിക്കൽട്ടാണ്. പക്ഷെ ലിനക്സ് മെയിൻ ഫ്രെയിംസിലൊക്കെ പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് അവരുടേതായ ഇതുണ്ട്, JCB ജോബ് കൺട്രോൾ ബ്ലോക്ക്, അങ്ങനെ അവരുടേതായ കുറെ ടെർമിനോളജി ഉണ്ട്. പക്ഷെ ലിനക്സ് മെയിൻ ഫ്രെയിം സിസ്റ്റത്തിൽ പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനിയിപ്പോ അവര് അതിന്റെ മുകളിൽ മറ്റേ മെയിൻ ഫ്രെയിമിന്റെ കുറെ ടൂൾസ് ഉണ്ടല്ലോ, അതെങ്ങനെ ഹാർഡ്വെയർ ആണോ? ഹാർഡ്വെയറും ഒരു അങ്ങനെയല്ല. നമ്മളിപ്പോ കാണുന്ന PC, പിന്നെ സെർവർ ക്ലാസ്, പിന്നെ ഉള്ളത് മിഡ് റേഞ്ച് ആണ്. AS400 എന്നൊക്കെ പറഞ്ഞിട്ടില്ല IBM-ന്റെ ഒക്കെ കൺട്രോൾ ഡാറ്റ കോർപ്പറേഷൻ മെഷീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറെ സാധനമുണ്ട്. അത് കേട്ട പിന്നെ മെയിൻ ഫ്രെയിം. മനസ്സിലായില്ലേ? ഞാൻ എന്തുകൊണ്ടാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റേ IIT-യുടെ ഒരു ഇൻട്രൊഡക്ഷൻ ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊരു കോഴ്സ് ഉണ്ട്. അപ്പൊ അവര് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ മറ്റേ ഇപ്പൊ നമുക്ക് സോഫ്റ്റ്വെയറിന്റെ സ്കെയിലബിലിറ്റി, റെസ്പോൺസ് ടൈം, അങ്ങനെ പറഞ്ഞ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ബാലൻസ് ചെയ്തിട്ട് ഒരു പർപ്പസ് വെച്ചിട്ടാണ് നമുക്കൊരു OS ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ആശയം പറയുന്നുണ്ട്. അതായത് ഒരു OS ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം ഫിറ്റ് ആവണമെന്നില്ല. പക്ഷെ ഒരു RTOS നമുക്ക് വേണ്ടത് റെസ്പോൺസ് ടൈം കൂടുതൽ വേണം. അപ്പൊ അങ്ങനെയുള്ള ഒരു തോട്ട് പ്രോസസ് ഒരു OS ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോ യുണിക്സിന് അങ്ങനത്തെ ഷെയ്ഡ്സുകളുണ്ടോ? അതായത് അതോ യുണിക്സ് C ലാംഗ്വേജ് മൈക്രോ കൺട്രോളർ മുതൽ മെയിൻ ഫ്രെയിമിൽ വരെ വർക്ക് ചെയ്യും. ഓക്കെ. അപ്പൊ അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോർ സം റീസൺ 1970s കഴിഞ്ഞിട്ടുള്ള മൈക്രോ പ്രോസസ്സേഴ്സ് C സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എഴുതിയിരിക്കണം. മനസ്സിലായേ? അതായത് C is the default system programming language for every operating system. അതിപ്പോ അതുകൊണ്ടാണല്ലോ മൈക്രോസോഫ്റ്റ് P ഇൻവോക്ക് എന്ന് പറഞ്ഞ C ഇന്റർഫേസും ജാവ നേറ്റീവ് ഇന്റർഫേസ് എന്ന് പറഞ്ഞ C കമ്പാറ്റബിൾ ഇന്റർഫേസ്. ചിലപ്പോൾ നിങ്ങളുടെ റൂട്ടീൻ എഴുതിക്കുന്ന ഫോർട്രാനിലായിരിക്കും, ഡെൽഫിയിലായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇഫ് യു ഡു ഇറ്റ് വെൽ ദെൻ എന്താ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് C ഫങ്ഷൻസ് വരെ നിങ്ങൾക്ക് കോൾ ചെയ്യാം.
അപ്പോ ഒരു സി ലാംഗ്വേജ് ബയാസ് അവിടെയുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായേ? അപ്പോ അപ്പൊ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അതേമാതിരി സിക്ക് ഇതുള്ള മാതിരി തന്നെ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മോഡൽസ് നമുക്ക് ഏത് ഹാർഡ്വെയറിന്റെ മുകളിലും ഒരു വെർച്വൽ മെഷീനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. AS400 ഒക്കെ അല്ലെങ്കിൽ IBM ഒക്കെ പല മെയിൻ ഫ്രം യുണിക്സിന് മുമ്പും യുണിക്സിന്റെ ഫിലോസഫി ഫോളോ ചെയ്യണമെന്നില്ല, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ വേണമെങ്കിൽ വെർച്വൽ മെഷീൻ ഇട്ട് ഈ മെയിൻ ഫ്രെയിമിനും മറ്റേനൊക്കെ ഒരു ഗുണമുണ്ട്. ഇപ്പൊ പണ്ട് മാക്കൊക്കെ ഇല്ലേ, വിൻഡോസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമായിട്ട് ഓടിക്കും അതിന്റെ മുകളിൽ. യുണിക്സില് ഓടിക്കുന്ന കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു, ഇൻസിഗ്നിയ, പിന്നെ ബ്രിസ്റ്റൽ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട്. മൈക്രോസോഫ്റ്റ് അവരുടെ സോഴ്സ് കോഡ് കുറെ കമ്പനികൾക്ക് കൊടുക്കും. അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ മൈക്രോസോഫ്റ്റിന്റെ OS മറ്റേ യുണിക്സിന്റെ മുകളിൽ ഓടിക്കും ആസ് എൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാം. എന്നിട്ട് അതിന്റെ മുകളിൽ വിൻഡോസ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഓടാറുണ്ട്, MFC ഒക്കെ. എന്നിട്ട് അതിൽ നിന്നൊരു കമ്പനിയുടെ സെർവറിൽ നിന്ന് ലീക്കായി കോഡ്. അങ്ങനെ വിൻഡോസിന്റെ കോഡ് പബ്ലിക്കിലൊക്കെ പോയത് 2000 ഒരു വലിയ കേസൊക്കെ ഉണ്ട്. അതിനെ അവർ വിളിക്കുന്നത് വൈസ് എന്നാണ്. അതായത് വിൻഡോസ് അപ്പൊ ഈ മെയിൻ ഫ്രെയിമിൽ നമുക്ക് വേണമെങ്കിൽ വെർച്വലൈസേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ 60s ഉണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞ മെയിൻ ഫ്രെയിമിനും മിഡ് റേഞ്ചിനും അതിൻ്റെതായ ടൂൾസ് ഉണ്ട്. ടെക്നിക്കലി സ്പീക്കിംഗ് അതിന്റെ ഹാർഡ്വെയറിന്റെ മുകളിൽ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു കേർണലിലുള്ള കുറച്ച് മാറ്റങ്ങൾ മതിയായിരിക്കും. യുണിക്സ് ഒരു എന്തുകൊണ്ട്, അതായത് ഈ മൾട്ടിക്സ് എന്താണ്? അതായത് കമ്പ്യൂട്ടേഷൻ ആസ് യൂട്ടിലിറ്റി ആണ് അതിന്റെ ഉദ്ദേശം. അതായത് ഇലക്ട്രിസിറ്റി എടുക്കണ വരെ തന്നെ കമ്പ്യൂട്ടേഷൻ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. ഇലക്ട്രിസിറ്റിക്ക് നിങ്ങൾ ചാർജ് ചെയ്യില്ലേ, അതേമാതിരി തന്നെ കമ്പ്യൂട്ടേഷൻ ഇത് ചെയ്യും. അപ്പൊ അത് ഇപ്പൊ യുണിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്രയുള്ളൂ ഷെല്ല്. അതായത് എന്റെ ഹാർഡ്വെയറിനെ ഞാൻ പാർട്ടീഷൻ ഡിവൈഡ് ചെയ്യുവാണ് ഒരു OS വെച്ചിട്ട്, അല്ലെ? അതാണ്. അതെ, അത് നിങ്ങൾക്ക് അത് ഒരു ഹാർഡ് ഡിസ്ക് ആണോ നിങ്ങൾക്ക് മൗണ്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലണ്ടിലുള്ള ഹാർഡ് ഡിസ്ക് നിങ്ങളുടെ മെഷീന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മൗണ്ട് ചെയ്യാം. അത് യുണിക്സിനൊരു അതിൻ്റെതായ ഒരു വലിയൊരു ഹിസ്റ്ററി തന്നെയുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം എന്നുള്ള സാധനമൊക്കെ ഉണ്ട്, NFS. പിന്നെ അതേമാതിരി ഇപ്പൊ എന്താ പറയാ, അത് ഒരു വലിയ എന്താ പറയാ, ഒന്നും പറയാനല്ല അതിന്റെ കാര്യങ്ങൾ എന്താണ്, മനസ്സിലായില്ലേ? അപ്പൊ കോംപ്ലിക്കേറ്റഡ് ടെലിഫോൺ സർക്യൂട്ട്സ് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളായിരുന്നല്ലോ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ്. കാരണം അത് ഉണ്ടാക്കിയത് ഒരു ടെലിഫോൺ കമ്പനിയില്ല. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാല് അതിനൊരു കാര്യം കൂടി ഞാൻ പറയാം. AT&Tക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിസിനസ്സിൽ കയറാൻ പറ്റില്ല. അത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കണ്ട എന്തോ ഇതുണ്ട്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവരുടെ സോഴ്സ് കോഡ് ആൾക്കാർക്ക് ലൈസൻസ് ചെയ്യും. മൈക്രോസോഫ്റ്റ് ലൈസൻസ് ചെയ്തെടുത്തത് സെനിക്സ് എന്ന് പറഞ്ഞ സാധനമാണ്, XCNIX. മൈക്രോസോഫ്റ്റിന്റെ സെനിക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. സെനിക്സ് സിസ്റ്റം GTN ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. IBMന്റെ ഇതിനെ AIX എന്നാണ് വിളിക്കുന്നത്. സണ്ണിന്റെ സോളാരിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യുണിക്സ് സോഴ്സ് കോഡ് ബേസിലാണ്. പിന്നെ HP-ക്ക് UX ഉണ്ട്, HP UX. പിന്നെ ഹിറ്റാച്ചിക്ക് അവിടെ യുണിക്സ് ഉണ്ട്. അപ്പൊ എങ്ങനെ വന്നപ്പോ ഇതിന്റെ സോഴ്സ് കോഡ് പഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പഠിക്കാൻ വേണ്ടി എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലയണൽ റോബിൻസ് എന്ന് പറഞ്ഞൊരു ഓസ്ട്രേലിയൻ പ്രൊഫസർ ഏതൊരു വർഷന്റെ സോഴ്സ് കോഡിന് കമന്ററി എഴുതി അതിന്റെ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്ത് അത് വെച്ചിട്ടാണ് ആൾക്കാർ പഠിപ്പിച്ചത്. പക്ഷെ എന്തോ അതിന് റെസ്ട്രിക്ഷൻ വരുമോ എന്തോ ചെയ്ത് കഴിഞ്ഞപ്പോ ആൻഡ്രൂ ടാനബാം എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുള്ളി ഒരു ബുക്ക് എഴുതി, ഡിസൈൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിലാണ് പുള്ളി അതിന്റെ പേര് ചെറുതിന് ഓർമ്മയുണ്ട്, മറ്റേ ആൻഡ്രൂ ടാനബാമിന്റെ വയസ്സ് മിനിക്സ് ആണോ? മിനിമം യുണിക്സ് എഴുതി പുള്ളി. ഫസ്റ്റ് എഡിഷൻ 8088 8688 സെയിം തന്നെ. 4 man 8086 ആണ് 88.
അത് കഴിഞ്ഞിട്ട് അപ്പോ അതിന്റെ കോഡ് എടുത്തിട്ട് 80386 ഇയാള് പോർട്ട് ചെയ്തത് ലിനക്സ് ഫോർവേഡ്സ് പോർട്ട് ചെയ്തിട്ടാണ് ലിനക്സ് ഉണ്ടായത്. എന്നിട്ട് ഇയാൾ പാച്ച് അയച്ചു കൊടുത്തത്. അപ്പൊ ഇയാൾക്ക് ഇത് വലിയൊരു സിസ്റ്റം ആക്കണമെന്നുണ്ടായിരുന്നില്ല, പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. അങ്ങനെ പിൽക്കാലത്ത് യുണിക്സ് വലിയൊരു ലിനക്സ്. അപ്പൊ ആ പുസ്തകമൊക്കെ ഉണ്ട്, അതിന്റെ മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. നിങ്ങളിപ്പോ ഒരു OS ലെവൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എഴുതുന്ന മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഉഗ്രം ബുക്കാണ്. ഈ ആൻഡ്രോയിഡ് ടാനബാം ഒരു അസാധ്യ പ്രോസസർ കേട്ടോ. പുള്ളി നെറ്റ്വർക്കിങ്ങിന്റെ വേൾഡിന്റെ സ്റ്റാൻഡേർഡ് ബുക്ക് പുള്ളിയുടെ. പിന്നെ പുള്ളിയാണ് ആംസ്റ്റർഡാം കമ്പൈലർ കിറ്റ് എഴുതിയത്, അതായത് പോർട്ടബിൾ കമ്പൈലർ ചെയിൻ ആയിരുന്നു പുള്ളി ഉണ്ടാക്കിയത്. പിന്നെ ഈ പുള്ളിയാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ. അപ്പൊ ഒരു പയനിയറിംഗ്. അയാളുടെ ബുക്സ് കണ്ടാ വാങ്ങിച്ചോ, കാരണം അയാളുടെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. അല്ല അതല്ല, മാറ്റി ബുക്ക് ഉണ്ടല്ലോ, ഡിസൈൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലിനക്സിന്റെ ബുക്കൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് ബോറടിക്കുമ്പോൾ നോക്കി കഴിഞ്ഞാൽ സി കോഡ് ഒക്കെ കാണാം. ഒരു വയസ്സിന്റെ സി കോഡ് വല്ല എന്താ പറയാ ബോറടിച്ചിരിക്കുമ്പോൾ വായിക്കാൻ പറ്റിയതാണ്. ഫുൾ ഈ ഫസ്റ്റ് ബുക്കില് 12,000 ലൈൻ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക് ഒക്കെ ഒരു വലിയ ഇതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലുണ്ട്. അപ്പൊ ഇനി അടുത്തത് യുണിക്സ് ആൻഡ് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ, അപ്പൊ സോക്കറ്റ് API ഉണ്ടായത് യുണിക്സിലാണ്. ഇതിനെ BSD സോക്കറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് ബെർക്ക്ലി സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ സോക്കറ്റ് എന്നാണ്. അത് ഈ 1980s തുടക്കത്തിലാണ് സ്റ്റാൻഡർഡൈസ് ചെയ്തത്. ഈ സോക്കറ്റ് API അതിന് മുമ്പ് വേറെയും APIs ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. AT&T സ്ട്രീംസ് API, TLI, അങ്ങനെയൊക്കെ പറഞ്ഞ് പല APIs ഉണ്ടായിരുന്നു നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിന്. BSD സോക്കറ്റ്സും പിൽക്കാലത്ത് അതിന്റെ സക്സസറായ വിൻസോക്കും ഫേമസ് ആയതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ യുണിക്സ് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് എന്നുള്ള ഒരു ബുക്ക് ഉണ്ട്, RL സ്റ്റീവൻസിന്റെ. അതാണ് വൺ ഓഫ് ദി സ്റ്റാൻഡേർഡ് ബുക്ക് ഓൺ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ്. പിന്നെ ഡഗ്ലസ് കോമർ മറ്റേ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ച് 3 ബുക്ക്. ഫസ്റ്റ് എന്താണ് TCP/IP നെറ്റ്വർക്ക് എന്നുള്ളത്, രണ്ടാമത്തത് ക്സിനോ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം യുണിക്സിനെ തിരിച്ചിട്ടാണ്, അതിൽ എങ്ങനെ ഒരു TCP/IP സ്റ്റാക്ക് എഴുതുക എന്നുള്ളതാണ്. മൂന്നാമത്തത് പ്രോട്ടോകോൾസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ബുക്കാണ് സ്റ്റാൻഡേർഡ് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ്. അപ്പൊ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെട്ടോ. സോക്കറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നു അല്ലെ? അല്ല, നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ സോക്കറ്റ് എന്നുള്ള API മറ്റേ ബോൾട്ട് ബാർനെറ്റ് ന്യൂമാനോ ഇന്റർനെറ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. സോക്കറ്റ് ഒരു എന്താ പറയാ TCP/IP ഇതിനെ പ്രോഗ്രാം ചെയ്യാൻ ഉണ്ടാക്കിയ ഒരു API ആണ് സോക്കറ്റ്. പിൽക്കാലത്ത് അത് ട്രാൻസ്പോർട്ട് ഇൻഡിപെൻഡന്റ് ആക്കി, മനസ്സിലായ? അതൊരു സോഫ്റ്റ്വെയർ ഇന്റർനെറ്റ് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞ സാധനം. ഇപ്പൊ പണ്ട് ടോക്കൺ റിങ്, IPS XPX, NetBUI, അങ്ങനെ പ്രൊപ്രൈറ്ററി നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് രണ്ട് കമ്പ്യൂട്ടർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ഈ സെയിം വെണ്ടറിന്റെ പ്രോട്ടോകോൾ വേണമായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഒരു ഇന്റർനെറ്റ് വർക്കിംഗ് പ്രോട്ടോകോൾ ആയിട്ടാണ് ഇതിനെ അവതരിപ്പിച്ചത്. അതായത് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് വയോഡ് ആയിരുന്നു. അപ്പൊ പിന്നെയുള്ള വൈഫൈ വന്ന് 802.11 അങ്ങനത്തെ കുറെ പ്രോട്ടോകോൾസ് ഒക്കെ. ആ OSI ലെയർ പഠിച്ചാലാണ് അത് അറിയാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോ ഈ TCP/IP ഒരു ഇന്റർ നെറ്റ്വർക്കിംഗ് API ആയിരുന്നു. ഈ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് ആയിരുന്നു. അപ്പൊ ഒരു ടോക്കൺ റിംഗ് നെറ്റ്വർക്കും ഒരു മറ്റേ നെറ്റ്വർക്ക്, അതായത് NetBUI, വിൻഡോസ് നെറ്റ്വർക്ക് നമ്മൾ സംസാരിക്കണമെങ്കിൽ നമുക്ക് TCP/IP പ്രോട്ടോകോൾ വെച്ചിട്ട് സംസാരിക്കാം. അപ്പൊ അതിനുവേണ്ടി ബ്രിഡ്ജ് റൗട്ടർ ഒക്കെ ബ്രിഡ്ജാണ് ഉപയോഗിച്ചിരുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അപ്പൊ അത് പ്രോഗ്രാം ചെയ്യാനാണ് സോക്കറ്റ് API. ഇപ്പൊ TCP/UDP എന്ന് പറഞ്ഞിട്ട് മെറ്റാ പ്രോട്ടോകോൾസ് എഴുതി അതിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടണൽ ചെയ്ത് വിടാം. ഏത്
ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോ ഒരു ടോക്കൺ റിംഗ് നെറ്റ്വർക്കിൽ ഇരിക്കണേ, അപ്പുറത്ത് ടോക്കൺ റിംഗ് ഇരിക്കണേ, അതിന്റെ ഇടയ്ക്ക് വേറൊരു ഹോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ടണൽ ചെയ്യും. അതായത് TCP/IP പാക്കറ്റിന്റെ ഉള്ളിൽ ഈ ടോക്കൺ റിംഗ് വിടും. എന്നിട്ട് അപ്പുറത്തെ അത് എന്താ പറയാ, റൗട്ടർ അത് റൂട്ട് ചെയ്ത് അപ്പുറത്ത് എത്തുമ്പോൾ അത് പീൽ ചെയ്ത് കളഞ്ഞ് അവിടുത്തെ ടോക്കൺ റിംഗ് കൊണ്ട് കൊടുക്കും. പിടികിട്ടിയ? അപ്പൊ TCP/IP നെറ്റ്വർക്ക് പിൽക്കാലത്ത് എന്ത് ചെയ്തില്ല, TCP/IP നേറ്റീവ് വിൻഡോ നെറ്റ്വർക്ക് പ്രോട്ടോകോളായി മാറി. അപ്പോഴും കാര്യമുണ്ട്, നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ആണ്. TCP/IP കൺട്രോൾ ചെയ്യണുള്ളൂ. അടിയിൽ ഈതർനെറ്റ് ആണോ, ഡാറ്റ ലിങ്ക് ലെയർ ഉണ്ടല്ലോ, ഈതർനെറ്റ് ആണോ, വൈഫൈ ആണോ, അതർ മിലിറ്ററി പ്രോട്ടോകോൾസ് ആണോ എന്നുള്ളത് ആ ലെയറിലാണ്. മനസ്സിലായോ ശ്രീധേ? അതായത് നമ്മള് OSI സ്റ്റാക്ക് നോക്കുമ്പോ ഫസ്റ്റ് എന്താണ്, ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ റേഡിയോ വേവ്സ്, ലൈറ്റ് വേവ്സ്, അല്ലെങ്കിൽ കോആക്സിയൽ കേബിള്, കോപ്പർ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഫിസിക്കൽ. അതിന് തൊട്ട് മുകളിലാണ് ഡാറ്റ ലിങ്ക്. ഏതാ? PGNs ഉണ്ട്. റാവിനെയൊക്കെ വെച്ച് റൂട്ട് ചെയ്യാട്ടോ ശ്രീധേ, അതറിയാവോ? ഇല്ല എനിക്കറിയില്ല. അതൊക്കെ അറിയണം. അതിന്റെ മുകളിലാണ് ഡാറ്റ ലിങ്ക്. ഡാറ്റ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഈതർനെറ്റ് അല്ലെങ്കിൽ 10/T, ജിഗാബിറ്റ് ഈതർനെറ്റ് എന്നൊക്കെ പറഞ്ഞ കുറെ, പിന്നെ 802.11 വൈഫൈയുടെ, പിന്നെ സാറ്റലൈറ്റ് ലിങ്ക് ഒക്കെ ഇല്ലേ, അതാണ് ഡാറ്റ ലിങ്ക്. അതിന്റെ മുകളിലാണ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വൽ മീഡിയം വിച്ച് ക്യാരീസ് ഡാറ്റ. ഡാറ്റ ലിങ്ക് എന്ന് പറഞ്ഞ സാധനം അപ്പ് ലിങ്കും ഡൗൺ ലിങ്ക് ഒക്കെ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡാറ്റ വിടാനുള്ള ബേസിക് സ്മോൾ ഡാറ്റ സ്ട്രീംസ് എറർ കൂടാതെ വിടാനുള്ള സാധനം. അതിന്റെ മുകളിൽ വിടുന്ന മെഷീൻസിനെ ഐഡന്റിഫൈ ചെയ്യണം, ഹോസ്റ്റിനെ ഐഡന്റിഫൈ. അതാണ് അപ്പൊ ആ ഹോസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് മറ്റേ ഇതുള്ളത്, അതായത് നെറ്റ്വർക്ക്. പിന്നെ ഹയർ ലെവലില് സ്ട്രീം ആയിട്ട് വിടണോ സ്മോൾ പാക്കറ്റ് ആയിട്ട് വിടണോ എന്ന് തീരുമാനിക്കാനാണ് ട്രാൻസ്പോർട്ട് ആൻഡ് TCP. അതിന്റെ മുകളില് സെഷനാണ്, അതായത് ഇപ്പൊ റിക്വസ്റ്റ് റെസ്പോൺസ് വേണോ, മൾട്ടിപ്പിൾ റിക്വസ്റ്റ് റെസ്പോൺസ് വേണോ, അതെയോ ഈ ടെർമിനേറ്റ് ചെയ്യണ ഒരു ഫ്ലോ ചെയ്യുന്ന ഒരു സാധനം വേണോ എന്നുള്ളതാണ് സെഷൻ. പിന്നെ പ്രസന്റേഷൻ ആണ്. പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ പേലോഡാണ്. JSON അയക്കണോ, റെസ്റ്റ് അയക്കണോ, പ്രോട്ടോകോൾ അയക്കണോ. പിന്നെ ആപ്ലിക്കേഷൻ, അതിപ്പോ ഏത് ആപ്ലിക്കേഷൻ, ഫയൽ ട്രാൻസ്ഫർ ആണോ, മെയിൽ ആണോ, അങ്ങനെ ഈ 7 ലെയർ ഉണ്ടല്ലോ. അപ്പൊ ഈ 7 ലെയറില് ലെയർ 3ഉം 4ഉം ഒറിജിനലി ഇന്റർനെറ്റ് വർക്കിംഗ് പ്രോട്ടോകോൾ ആയിട്ട് ഉണ്ടായേ. അതായത് അവിടെ 3ഉം 4ഉം വേറെ ഉണ്ടായിരുന്നു. ടോക്കൺ റിംഗ്, IPS XPS ആയിരുന്നു നോവലിന്റെ. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ നെറ്റ് ബയോസ് എക്സ്റ്റെൻഡഡ് യൂസർ ഇന്റർഫേസ് ആയിരുന്നു. എല്ലാവർക്കും പ്രൊപ്രൈറ്ററി പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവര് തമ്മിൽ സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്റർനെറ്റ് വർക്കിംഗ് പ്രോട്ടോകോൾ ആയിട്ടാണ് ഇത് വന്ന് ഇപ്പൊ എന്താണ്, ഇപ്പൊ നെറ്റ് ഒന്നും വിൻഡോസ് സപ്പോർട്ട് ചെയ്യാറില്ല, TCP/IP നേറ്റീവ്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല TCP/IP ക്യാൻ ആക്ച്വലി റൗട്ട് അതർ ട്രാൻസ്പോർട്ട്സ് ആസ് വെൽ. ഇപ്പൊ ഇത് വന്നു, ബ്ലൂടൂത്ത് വന്നു. ഓക്കെ, അപ്പോ അതിന്റെ മുകളില് TCP/IP സ്റ്റാക്ക് ഉണ്ടാക്കും. അപ്പൊ സോക്കറ്റ് API ആണ് യുണിക്സിന്റെ കോൺട്രോൾ, BSD യുണിക്സ്. അതിൽ നിന്ന് ബേർഡ്സ് ഓഫ് ഫെദർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ടീമാണ് എന്ത് ചെയ്തത്, മറ്റേ ഈ വിൻസോക്ക് ഉണ്ടായി. മൈക്രോസോഫ്റ്റ് അല്ല വിൻസോക്ക് ഉണ്ടാക്കിയത്. പിന്നെ മൈക്രോസോഫ്റ്റ് ചെയ്യുന്നത് വിൻഡോസിൽ ഒരു പണിയുണ്ട്, വിൻഡോസ് ഓപ്പൺ സിസ്റ്റം ആർക്കിടെക്ചർ എന്ന് സാധനമുണ്ട്, വോസ. അപ്പൊ അങ്ങനെ അപ്പൊ ഈ വോസ വെച്ചിട്ടാണ് ഈ കൊച്ചിയിലെ ഒരു പുള്ളി, ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ പുള്ളി, പണ്ടേ BSNL ഇന്റർനെറ്റ് കണക്ഷൻ 5000 രൂപ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് കണക്ഷൻ കിട്ടും, ഗ്രാഫിക്കൽ കണക്ഷൻ വേണമെങ്കിൽ 15000 രൂപ കൊടുക്കണേ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു വിൻസോക്ക് ലൈബ്രറി എഴുതി, എന്നിട്ട് അവര് ട്രാഫിക് ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് ഡാറ്റയൊക്കെ ഒരു സ്ഥലത്ത് സേവ് ചെയ്യും, എന്നിട്ട് ഓഫ്ലൈനിൽ ഗ്രാഫിക്കലി വ്യൂ ചെയ്യാം. അങ്ങനെയാണ് ഒരു വലിയ ഒരു ഇവന്റ് ആയിരുന്നു 1997 ആ കാലഘട്ടത്തിൽ. അങ്ങനെയാണ് ഇന്റർനെറ്റിന്റെ പൈസ കുറഞ്ഞത്. അപ്പൊ യുണിക്സ് ആൻഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞ സാധനം കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ മുകളിൽ. ഇനി അടുത്തത് ഒരു നെറ്റ്വർക്കിന്റെ API പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതാണ്
ഈ പറഞ്ഞ അതെ. ഒരു യൂണിക്സിന്റെ ടേണിംഗ് പോയിന്റ് അല്ലേ? ആ അത് അതും രണ്ട് അതിന്റെ ഐഡിയയും കൂടി അമാൽഗമേറ്റ് ചെയ്തു ഇവിടെ. അതെ അതെ അത് അതിന്റെ ഇംപ്ലിമെന്റേഷൻ കൊടുത്തു. പിന്നെ ആൾക്കാർക്ക് ബിക്കോസ് ഓഫ് ദി യുബിക്വിറ്റി ഓഫ് ദിസ് TCP/IP മോഡൽ എന്ത് പറ്റി, അതായത് നിങ്ങൾക്ക് റിലയബിൾ കമ്മ്യൂണിക്കേഷൻ വേണം. ഇത്രയും പെർഫോമൻസ് ഹിറ്റ് ആണെങ്കിൽ TCPയും നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഇടയ്ക്ക് പാക്കറ്റ് ഡ്രോപ്പ് ഒന്നും പ്രശ്നമല്ല, പക്ഷെ നിങ്ങൾക്ക് ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ UDP ഉപയോഗിക്കാം. പക്ഷെ ഇപ്പൊ HDP ക്വിക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് TCPക്ക് പകരം HDP UDP വെച്ചിട്ടായിരിക്കും. അപ്പൊ എന്താ വെച്ചാല് ഈ എറർ വരാനുള്ള പ്രോബിലിറ്റി കുറവാണെന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അടുത്ത നമുക്കൊന്ന് നോക്കാം എവല്യൂഷൻ ഓഫ് ദി RPC പ്രോഗ്രാമിംഗ് മോഡൽ. അപ്പൊ ഈ TCP/IP സോക്കറ്റ് വന്നപ്പോ ഇപ്പൊ സെയിം കോഡ് തന്നെ എല്ലാവരും എഴുതണേ. സെർവറിലോട്ട് കണക്ട് ചെയ്യുന്നു, കണക്ഷൻ വരുമ്പോ ഓരോ ക്ലയന്റിന് വേണ്ടി ഓരോ ത്രെഡ് ഉണ്ടാക്കുന്നു, അവർ അങ്ങോട്ട് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ കോഡ് എന്തുകൊണ്ട് ഓട്ടോമേറ്റ് ചെയ്തുവിടാന്ന് വന്നപ്പോഴാണ് ഈ ഓപ്പൺ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞൊരു പ്രോട്ടോകോൾ, അതായത് OSFDC RPC ഉണ്ടായത്. അതായത് നിങ്ങൾ നിങ്ങളുടെ റുട്ടീൻ്റെ സിഗ്നേച്ചർ ഇന്റർഫേസ് ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ എഴുതുക. എന്നിട്ട് ഐഡിയൽ ടു സി കമ്പൈലർ വെച്ചിട്ട് അതിന്റെ ഈക്വലന്റ് ക്ലയന്റ് ആൻഡ് സെർവർ പ്രോഗ്രാം ജനറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇംപ്ലിമെന്റേഷൻ ചെയ്തിട്ട് കണക്ട് ചെയ്യുക രണ്ട് സൈഡിൽ. അപ്പോ ഡാറ്റ എങ്ങനെ ഇവിടെ നിന്ന് എൻകോഡ് ചെയ്ത് അപ്പുറത്ത് എത്തിക്കണം, കണക്ഷൻ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം, അതിന്റെ കോഡൊക്കെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഒരു ലോക്കൽ ഫംഗ്ഷൻ വിളിക്കണവർ വിളിച്ചാൽ മതി. ആ ഫംഗ്ഷൻ ഡാറ്റയെ നെറ്റ്വർക്കിന്റെ അപ്പുറത്ത് എത്തിച്ചിട്ട് അവിടെ ഇരിക്കണ സ്റ്റബോ സ്കെലട്ടണോ അതിനെ പിടിച്ച് കൺവേർട്ട് ചെയ്തിട്ട് അവിടുത്തെ ലോക്കൽ കോഡാക്കി മാറ്റി അതിന്റെ ഔട്ട്പുട്ട് നെറ്റ്വർക്കിലൂടെ ഇപ്പുറത്ത് എത്തിച്ചേരും. അങ്ങനെയാണ് RPC ഉണ്ടായത്. അപ്പൊ മൈക്രോസോഫ്റ്റിനും ഉണ്ടായിരുന്നു MSRPC എന്ന് പറഞ്ഞിട്ട്. അപ്പൊ OSFDC, അപ്പൊ ഈ ഡാറ്റ അവർ അങ്ങോട്ട് ഇങ്ങോട്ട് അയക്കാൻ വേണ്ടി എൻകോഡ് ചെയ്ത ഡാറ്റ ഫോർമാറ്റിന്റെ പേര് നെറ്റ്വർക്ക് ഡാറ്റ റെപ്രസെന്റേഷൻ എന്ന് പറയും, NDR എന്നായിരുന്നു. ടു ദിസ് ഡേ ജാവ NDR ആണ് ഉപയോഗിക്കുന്നത്. മൈക്രോസോഫ്റ്റ് XDR ഉപയോഗിച്ചു. അപ്പൊ NDR, XDR, ഗൂഗിൾ പ്രോട്ടോകോൾ ബഫർ, ഇതൊക്കെ സീരിയലൈസേഷൻ ഫോർമാറ്റാ RPCയുടെ. ഈ പിങ് വോക്ക് എന്ന് പറഞ്ഞൊരു ഈ RPCയുടെ ഒരു പാരലാണോ? അങ്ങനല്ല, പീൻവോക്ക് മൈക്രോസോഫ്റ്റിന്റെ സി ഫംഗ്ഷൻ വിളിക്കാനുള്ള ഒരു API ആണ്. അല്ല, അതൊരു കമ്പാരിറ്റീവ് പാരലൽ എന്ന് പറയാൻ പറ്റില്ല അല്ലേ? അതല്ല, ഒരു ഇന്റർഫേസ് തന്നിട്ട് അങ്ങനത്തെ സെറ്റപ്പ് അല്ല അല്ലേ? അങ്ങനെയല്ല, RPC ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയതാണ് ORPC. അത് മൈക്രോസോഫ്റ്റിന്റെ വേർഷനെ മറ്റേ DCOM എന്ന് പറയും. ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിയുടെ വേർഷനെ, അതായത് OMGയുടെ വേർഷനെ കോർബ എന്ന് പറയും. ഇനി ജാവ RMI എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി. RMI IIOP എന്ന് പറഞ്ഞ സാധനത്തിന് മുകളിൽ ഓടിക്കി കഴിഞ്ഞപ്പോ EJB ഉണ്ടായി. അപ്പൊ EJB മറ്റേ കോർബേനെ അടിച്ചു കളഞ്ഞു. മൈക്രോസോഫ്റ്റ് എന്ത് ചെയ്തു, XML RPC സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് സോപ്പ് ഉണ്ടാക്കിയിട്ട് EJB അടിച്ചു കളഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ഈ RPC പ്രോഗ്രാമിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ നെറ്റ്വർക്ക് കോഡ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തെടുക്കാം ഇന്റർഫേസ് ഡെഫിനിഷൻ ലാംഗ്വേജ് ഉപയോഗിച്ച്. ജനറേഷൻ അവിടെ നടക്കുന്നത് അത് അല്ല, നിങ്ങൾ നിങ്ങളുടെ കോഡ് IDL എന്ന് പറയും, ഇന്റർഫേസ് ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്ന സാധനത്തിൽ എഴുതുക. ഒരു DSL മാതിരി. എന്നിട്ട് അതിനെ നിങ്ങൾ C കോഡ് വെച്ച് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫംഗ്ഷന്റെ പ്രോട്ടോടൈപ്പും പിൻ ഔട്ട് റെഫ് എന്നൊക്കെ പറഞ്ഞ് എഴുതാം പാരാമീറ്റർ. അപ്പോ ഈ ഡാറ്റ നെറ്റ്വർക്കിലൂടെ എൻകോഡ് മാർഷൽ ചെയ്ത് അപ്പുറത്ത് വെച്ച് ഡീകോഡിങ് എന്ന കോഡ് ഉണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും. അപ്പൊ ഒരു ക്ലയന്റ് പാർട്ട് ഉണ്ട്, അതിനെ വേണമെങ്കിൽ പ്രോക്സി സ്റ്റബ് എന്ന് വിളിക്കാം. അത് മാറ്റി വിളിക്കും, സ്കെലട്ടൺ എന്ന് വിളിക്കും. അപ്പൊ രണ്ട് സൈഡിലും കോഡ് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ഒരെണ്ണം നിങ്ങൾ സെർവറിൽ കൊണ്ടുപോയിടുക, ഒരു DL നിങ്ങൾ ക്ലയന്റിൽ നിന്ന് വിളിക്കുക. അപ്പൊ നിങ്ങൾക്ക് ലോക്കൽ കോൾ വിളിക്കണ മാതിരിയാ ഫംഗ്ഷൻ. അപ്പൊ നെറ്റ്വർക്ക് കോഡ് ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ അത് ബൈനറി ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആക്കി
അതിന് കോം കോർബ വാറൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫൈനലി ആൾക്കാർ XML വെച്ചിട്ട് ഡാറ്റ വിടാന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഓരോരുത്തർ അവരുടേതായ RPC XML RPC ഉണ്ടാക്കി. അപ്പൊ അത് സ്റ്റാൻഡർഡൈസ് ചെയ്താണ് സോപ്പ് പിന്നെ റെസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇവോൾവ് ചെയ്യുന്നു. അപ്പോ ഇപ്പൊ ഇന്നത്തെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ലെഗസി സിസ്റ്റം ഒക്കെ പോയി മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ RPC യെ കുറിച്ചും മറ്റേ കോം കോർബ അതിന്റെ ബ്രിഡ്ജുകൾ പിന്നെ കുറെ പ്രോട്ടോകോൾസ് ഉണ്ട് ഇതിന്റെ. അതായത് നമ്മൾ ലോ ലെവൽ സോക്കറ്റ് പ്രോഗ്രാമിംഗ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അതാണ് RPCയുടെ. എടുത്തു നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് നെറ്റ്വർക്ക് വിൻഡോയിങ് ആൻഡ് ദ എക്സ് വിൻഡോ സിസ്റ്റം. ഓക്കെ, സി ഈ GUI ഉണ്ടായത് എവിടെയാന്ന് ഐഡിയ ഉണ്ടോ ശ്രീധരൻ? സിറോക്സ് പാർക്കിലാണ്. പോളോ ആൾട്ടോ റിസർച്ച് സെന്റർ ആണ് ഈ പാർക്ക്. ഓക്കെ, അപ്പൊ സിറോക്സ് ആണ് GUI ശരിക്കും ഇത് ചെയ്തത്. പിന്നെ അവിടെ നിന്നുള്ള ഐഡിയ മാക്കുകാർ കട്ടെടുക്കുകയും അപ്പൊ MIT എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് വിൻഡോയിങ് സിസ്റ്റം ഉണ്ടാക്കി. അതായത് നിങ്ങൾ കാണുന്ന സ്ക്രീൻ ഉണ്ടല്ലോ, അത് റെൻഡേർഡ് സ്ക്രീനാ. ആ സ്ക്രീൻ വെർച്വലി സെർവറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ നിങ്ങളുടെ ഇവിടെ നിന്ന് ഒരു കീബോർഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ കീബോർഡിൽ നിന്ന് ഈ ഡാറ്റ സെർവറിൽ പോയിട്ട് അവിടെ അസിറ്റ് നിങ്ങൾ അതുമ്പോൾ പ്രസ് ചെയ്യണ മാതിരി ചെയ്തിട്ട് അതിന്റെ ആക്ഷൻ എടുത്തിട്ട് ആ ഔട്ട്പുട്ടാണ് നിങ്ങൾ കാണുന്നത് ഇപ്പുറത്ത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ WSL ഒരു സെർവർ ലോഡ് ചെയ്തിട്ട് ഒരു എക്സ്ലിബ് പ്രോഗ്രാം വിൻഡോസിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൻഡോ കാണാം. ഈ WSL വിൻഡോയിങ് വേണമെന്നില്ല, ആ എക്സിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മതി. അത് നെറ്റ്വർക്ക് വിൻഡോയിങ് സിസ്റ്റം ആണ്. അതായത് നിങ്ങളൊരു ലിനക്സ് മെഷീനിൽ കയറുമ്പോൾ നിങ്ങൾ കാണുന്ന വിൻഡോ ഉണ്ടല്ലോ, ഒരു ക്ലയന്റ് പ്രോഗ്രാമാണ്. അവിടെ തന്നെ ഒരു സെർവർ ഓടുന്നുണ്ട്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് അവർക്ക് ടെർമിനൽ സെർവർ സപ്പോർട്ട് ചെയ്യാനും എക്സ് സെർവേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ, റിമോട്ട് ലോഗിനൊക്കെ അവർക്ക് പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയത്. നിങ്ങൾ ശരിക്കും സ്ക്രീൻ കാണുകയല്ല ചെയ്യുന്നത്. അവിടെ നിന്ന് നിങ്ങളൊരു സെഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പോ ടെർമിനൽ സെർവർ എടുത്താലും മറ്റേ ഈ ഹമ്മിങ് ബേർഡിന്റെ സെർവർ എടുത്താലും ആക്ച്വലി സെർവറിൽ ഒരു വിൻഡോ ഇല്ല, ഒരു വിൻഡോയിങ് സെഷനേ ഉള്ളൂ. അവിടെ സ്റ്റേറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേറ്റാണ് നിങ്ങൾ കാണുന്നത്. റെഡിയാവും. ഈ മൾട്ടിക്സിലെ ടെർമിനൽ എമുലേഷൻ ആയിരുന്നോ? അത് ടെർമിനൽ എമുലേഷൻ ആയിരുന്നാണ് എനിക്ക് വേണ്ടത്. പക്ഷെ അത് ടെക്സ്റ്റ് ആയിരുന്നു, GUI ഇല്ലല്ലോ അന്ന്. അതായത് ടെർമിനൽ എമുലേഷൻ നടക്കുന്ന അതേ കാര്യം നടക്കുന്നത്. അത് ടെർമിനൽ എമുലേഷൻ എന്താണ്, 4000 ബൈറ്റ് മതി ഒരു സ്ക്രീൻ സ്റ്റോർ ചെയ്യാൻ. അതായത് 80x25 ആകുമ്പോൾ 2000, പിന്നെ ഒരു ബൈറ്റ് ആട്രിബ്യൂട്ടിന്, അപ്പൊ 4000 ക്യാരക്ടേഴ്സ്. ഇതങ്ങനെയല്ല, ഒരു 1024x768 ട്രൂ കളർ വന്നു കഴിഞ്ഞാൽ അത്രയും 3 MB റാം വേണം പെർ സെഷന് മിനിമം. അതാ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു പുള്ളി എന്ത് പറഞ്ഞു, പുള്ളിക്ക് റിമോട്ട് ഡെസ്ക്ടോപ്പ് എഴുതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യമേ ഒരു ടെൽനെറ്റ് എഴുതാൻ പറഞ്ഞു, ടെർമിനൽ എമുലേറ്റർ എഴുതാൻ പറഞ്ഞു. അപ്പൊ ഗ്രാഫിക്കൽ ടെർമിനൽ എമുലേഷൻ ആണ് ഇപ്പൊ നടക്കുന്നത് ശരിക്കും നെറ്റ്വർക്ക് വിൻഡോയിങ്ങിൽ. അപ്പൊ ആ ഡിസ്റ്റിങ്ഷൻ കറക്റ്റ് ആയിട്ട് അതിപ്പോ എക്സ്ലിബ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് പ്രോഗ്രാമിംഗ് മോഡല് അത് വിൻഡോസ് സെഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിനും അങ്ങനെ നമുക്ക് അത് പ്രോഗ്രാം ചെയ്യാൻ വരെ ചെയ്യാൻ പറ്റും. അത് X386 എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതാണ് ഇപ്പൊ എല്ലാവരും PC-യിൽ കൊടുക്കുന്നത്. ഇപ്പൊ ഈ സിഗ്വിൻ വെച്ചിട്ടേ വിൻഡോസിൽ നമുക്ക് എക്സ് വിൻഡോസ് ഓടിക്കാം. WSL വിൻഡോയിങ് വന്നോ ശരിക്കും? അതോ ഞാനേ ഒരു പ്രാവശ്യം എന്റെ PC-യിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സക്സീഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തോ ഇൻസ്റ്റാൾ ചെയ്യാനില്ല, അത് എന്തോ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് സഞ്ജയ്ക്കും വന്ന പ്രോബ്ലം. WSL സപ്പോർട്ട് ഉണ്ട്.
അല്ല അതത്ര ബുദ്ധിമുട്ടില്ല, കാരണം എക്സ്ലിബ് ലൈബ്രറി ലിങ്ക് ചെയ്താൽ മതി, മനസ്സിലായോ? ആ എക്സ് സെർവർ ഉണ്ടായാൽ മതി. നമുക്ക് ഒരു ദിവസം ഇവിടെ ഇത് ചെയ്യാം. അതെങ്ങനെ, അതായത് ഞാൻ എൻ്റെ WSL ഒരു എക്സ് സെർവർ ഓടിച്ചിട്ട് എക്സ്ലിബ് പ്രോഗ്രാം ക്ലയന്റിൽ ഈ സിഗ്വിൻ ഇൻസ്റ്റാൾ ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ എന്താ പറയാ, ഈ RPC നെറ്റ്വർക്ക് പ്രോഗ്രാമിങ് മറ്റേ ആപ്ലിക്കേഷൻ ഭയങ്കര കോംപ്ലിക്കേഷൻ വന്നപ്പോ 1988 എന്താ പറയാ POSIX സ്റ്റാൻഡേർഡ് റാറ്റിഫൈ ചെയ്തത്. അപ്പൊ ഇപ്പൊ ഏതൊരു POSIX വെർഷൻ എല്ലാ യുണിക്സും ലിനക്സും ഒക്കെ കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ POSIX സ്റ്റാൻഡേർഡിനെതിരെ നിങ്ങൾ പഠിച്ചാൽ മതി. മറ്റേത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഗ്രാമിംഗ് മോഡൽസ് ആണ് ഞാൻ പറഞ്ഞത്. ഫോം കോർബ, EJB ഇപ്പൊ ജാവ എൻവയോൺമെന്റ് ആണ്, അപ്പൊ ലിനക്സ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെയുള്ളത് മറ്റേ ഇതാണ്, ഫ്രീ സോഫ്റ്റ്വെയറും മറ്റേ എന്താ പറയാ ഫ്രീ BSD. അപ്പൊ ഗ്നു ലിനക്സ് മൂവ്മെന്റ് ആണ്. അപ്പൊ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 ഫ്രീഡം ഉണ്ട്. ഏത് ഇത് തന്നെ. അപ്പോ അത് റിച്ചർഡ് സ്റ്റാൾമാൻ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ഉണ്ടാക്കി. ഓപ്പൺ സോഴ്സ് എറിക് റൈമണ്ട്. അപ്പൊ ഫ്രീ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയതുകൊണ്ട് ആരും ഫ്രീഡം സോഫ്റ്റ്വെയർ എന്നായിരുന്നു അതിന്റെ പേര് കേട്ടോ ചെറുത്തെ. അത് അപ്പൊ ഫ്രീ അല്ലേ, എന്തിനാ പൈസ കൊടുക്കണെന്നുള്ളതായി. അപ്പൊ ഓപ്പൺ സോഴ്സ് മൂവ്മെന്റ് അങ്ങനെ വന്നതാണ്. കത്തീഡ്രൽ ആൻഡ് ദ ബാസാർ എന്നുള്ള ബുക്കൊക്കെ വായിച്ചാൽ മതി അതിനെ കുറിച്ച് കൂടുതൽ. പിന്നെ എന്തായിരുന്നു ഒരു ഫ്രീ സോഫ്റ്റ്വെയർ വേഴ്സസ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇത് നോക്കിയിട്ടുണ്ടോ അതിന്റെ ഡിഫറൻസും? ശ്രീതേ, ഡിഫറൻസ് അതായത് സോഫ്റ്റ്വെയറിനെ 4 ഫ്രീഡംസ് ഓഫ് സോഫ്റ്റ്വെയർ ഞാനിപ്പോ വായിക്കാം. Freedom 0. Run the program for any purpose. This freedom allows users to use the software for any task they need without restrictions on the use, such as license expiry or geographical limitation. Okay. Freedom 1 പറഞ്ഞാൽ study how the program works and change it. അതായത് പ്രോഗ്രാം ട്വീക്ക് ചെയ്യാനുള്ള അധികാരം വേണം. പിന്നെ ഫ്രീഡം 2 എന്ന് പറഞ്ഞാൽ കോപ്പി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധനം വേണം. പിന്നെ ഫ്രീഡം 3 ദ ഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ് ഓഫ് മോഡിഫൈഡ് വെർഷൻ. അതായത് ബൈനറി മാത്രമല്ല, അതിന്റെ കോപ്പീസ്, അതായത് ചേഞ്ച് നമുക്ക് ക്ലോസ് ആക്കി വെക്കാൻ പറ്റില്ല, അതും റിലീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതാണ് 4 ഫ്രീഡം. ഫ്രീ സോഫ്റ്റ്വെയർ പറഞ്ഞതെന്ന് വെച്ചാല് ഈ 4ഉം ഒബേ ചെയ്യണം എന്നാണ്. അതായത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, അത് പഠിച്ച് ട്വീക്ക് ചെയ്യാൻ പറ്റണം, അതിന്റെ കോപ്പി വിതരണം ചെയ്യാൻ പറ്റണം, ചേഞ്ചസും വിതരണം ചെയ്യാൻ പറ്റണം, മസ്റ്റ് ആണ്. ഓപ്പൺ സോഴ്സ് ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ലാസ്റ്റത്തെ നമുക്ക് മാൻഡേറ്ററി ആക്കണ്ടെന്നാണ്. അതായത് മോഡിഫൈഡ് വെർഷൻ നിങ്ങൾ കയ്യിൽ വെച്ചോളെ. അപ്പൊ അങ്ങനെ വരുമ്പോ വെച്ചാൽ ആൾക്കാരെ മോട്ടിവേറ്റഡ് ആവും ഈ സാധനം എടുക്കാൻ. കാരണം ചേഞ്ചസ് സെലിബ്രിറ്റി വരും എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഫിലോസഫി പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചോണ്ട് വലിയ ഗുണമൊന്നുമില്ല. വേണമെങ്കിൽ വെക്കാം. കോഡാണോ ക്ലോസ് ചെയ്ത് വെക്കുന്നത് അതോ കോഡ്? അതായത് ആർട്ടിഫാക്ട്സ് നിങ്ങൾക്ക് റിലീസ് ചെയ്യണമെന്നില്ല. ഫ്രീ സോഫ്റ്റ്വെയർ മസ്റ്റ് ആണ്. അപ്പൊ ഫ്രീ സോഫ്റ്റ്വെയർ കുറച്ചുകൂടി ഒരു സോഷ്യൽ മൂവ്മെന്റ് ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ നല്ലതാണ്. പക്ഷെ കമേഴ്ഷ്യൽ സോഫ്റ്റ്വെയറിന് ആരെങ്കിലും അവരുടെ മോഡിഫൈഡ് വെർഷൻ ചെയ്യാന്ന് പറഞ്ഞത് ഒരു യു കനോട്ട് എക്സ്പെക്ട് എന്നാണ്. അത് ഈ ഫിലോസഫി തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് അറിയിക്കണമെങ്കിൽ ഒരു ബുക്ക് ഉണ്ട്, കത്തീഡ്രൽ ആൻഡ് ദ ബസാർ എന്ന് പറഞ്ഞിട്ട്.
ഇത് എഴുതിയത് മറ്റേ എന്താ പറയാ അല്ല ബുക്കിന്റെ ആ The Musings on Linux and Open Source by Accidental Revolutionary. അതിപ്പോ അടുത്ത എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട് 1998 അങ്ങാണ്ട് ഇറങ്ങിയ നോക്കാം. അപ്പൊ പക്ഷെ സ്റ്റാൾമാൻ ഇതിനോട് യോജിക്കുന്നില്ല. സ്റ്റാൾമാൻ അപ്പൊ ഇവര് തമ്മിലൊരു ബാറ്റിൽ ഉണ്ട്, മനസ്സിലായില്ലേ? അതിപ്പോ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ വേഴ്സസ് ഫോസ് വേഴ്സസ് എങ്ങനെയല്ല OSS വേഴ്സസ് ഓപ്പറേഷനുകൾ എന്താ അങ്ങനെയൊന്നുമില്ല, അവർക്ക് രണ്ടിലും ലാഭം ഉണ്ടോ? അല്ല, കോർപ്പറേഷൻസ് മിക്കവരും OSS ഇസ് എ ബ്രോഡർ കൺസെപ്റ്റ്, GPL സ്പെസിഫിക് ലൈസൻസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അവര് തമ്മില് ഫോസ് വേഴ്സസ് ഓപ്പൺ സോഴ്സ് ഡിബേറ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഈവൻ ക്ലാങ് കമ്പൈലർ ഉണ്ടായത് തന്നെ BSD വേർഷൻ ഓഫ് ഒരു കമ്പൈലർ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടാ, മനസ്സിലായോ? അപ്പൊ അവിടെയും പൊളിറ്റിക്സ് ഉണ്ടെന്ന്. അല്ലെങ്കിൽ GCC പിടിച്ചിരുന്നാനെ. അല്ല, GCCക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. അതായത് അവരുടെ ലൈസൻസിങ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ്. ഡൈവേർട്ട് ആയി പോകും. ഈ LLVM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണല്ലേ, അതിന്റെ ഉള്ളിൽ അങ്ങനെയാണോ? അങ്ങനെയല്ല, LLVM ശരിക്കും എന്താണ്, മറ്റേ ഇവര് നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ഇന്ത്യൻ പ്രൊഫസർ വിക്രം അഡ്വേ എന്ന് പറഞ്ഞു. അയാളുടെ സ്റ്റുഡന്റ് ആണ് ക്രിസ് ലാറ്റ്നർ. അങ്ങനെ ഒരു ലൈഫ് ലോങ് ഒപ്റ്റിമൈസിങ് കമ്പൈലർ ഇൻഫ്രാസ്ട്രക്ചർ വേൾഡിന് വേണമെന്ന് പറഞ്ഞ് തുടങ്ങിയതാ. കമ്പൈലർ കൺസ്ട്രക്ഷന്റെ ബാക്ക് എൻഡിന് വേണ്ടി തുടങ്ങിയതാ. എനിക്ക് തോന്നുന്നുണ്ട് അവരൊരു സി കമ്പൈലർ എഴുതണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ആദ്യം അവര് GCCയുടെ മോഡലാണ് പിഗ് ബാക്ക് ചെയ്തത്. LLVM GCC എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് അവര് അവരുടേതായ കമ്പൈലറും ലിങ്കറും ഒക്കെ എഴുതി. അപ്പൊ അത് BSD ലൈസൻസിലാണെന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. കിട്ടിയോ? BSD ലൈസൻസ് തന്നെ ഓപ്പൺ സോഴ്സ് ഈ OSI എന്ന് പറയും, ഓപ്പൺ സോഴ്സ് ഇനിഷ്യേറ്റീവിന്റെ അടിയിൽ 27 ലൈസൻസസ് കണ്ടിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിന്റെ ഇവരുടെ OSI അപ്രൂവ്ഡ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ 10-27 ഉണ്ട്. കണ്ടോ? അപ്പാഷെ BSD ലൈസൻസ്, അക്കാഡമിക് ഫ്രീ ലൈസൻസ്, അപ്പാഷെ ലൈസൻസ്, മൈക്രോസോഫ്റ്റിന്റെ മറ്റേ ഷെയർഡ് സോഴ്സ് ക്ലീവ് വരെ ഉണ്ട്, മനസ്സിലായില്ലേ? പണ്ട് 27 ആയിരുന്നു, ഇപ്പൊ എത്രയാന്ന് അറിയാം, 500 ആയിട്ടുണ്ട്. IBM ലൈസൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും ഓപ്പൺ സോഴ്സ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതാണ് അതിന്റെ. അതായത് ഇതില് നമുക്ക് 3 ഫ്രീഡംസ് കിട്ടും അല്ലേ? അതെ, ഫോർത്ത് ഫ്രീഡം ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ കൊടുത്തു. അല്ല, ഒരു ഓപ്പൺ സോഴ്സ് അഡോപ്ഷൻ ഉള്ളത് ഓപ്പൺ സോഴ്സ് മൂവ്മെന്റ് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഒക്കെ മറ്റേതാണ്. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ കമ്പ്യൂട്ടിങ്ങിന് ഫ്രീ സോഫ്റ്റ്വെയറും കമേഴ്ഷ്യൽ കമ്പ്യൂട്ടിങ്ങിന് ഓപ്പൺ സോഴ്സ് ആയിക്കോട്ടെ എന്നാണ് എന്റെ തീയതി. ഒരു കമ്പൈലറൊക്കെ കമ്പൈലർ ഓപ്പൺ സോഴ്സ് ആവാൻ പറ്റില്ല, ഫ്രീസ്. അല്ല, കമ്പൈലർ ഓപ്പൺ സോഴ്സ് അല്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് എന്താ കുഴപ്പം? ആരും ലാഭമൊന്നും ഉണ്ടാക്കാൻ പോകണം. അപ്പൊ കമ്പൈലർ ഒന്നും എഴുതി കാശ് ഉണ്ടാക്കാനില്ല. അപ്പൊ പിന്നെ അത് ഫോസ് ആയ കുഴപ്പമില്ല. എന്ന സ്ഥാനത്ത് നിങ്ങളൊരു പാട് കഴിച്ചൊരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എഴുതിയിട്ട് അത് GPL ആണെങ്കിൽ പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് ചിലപ്പോ വിമോചന ഉണ്ടാവും, അല്ലേ? അതിലിപ്പോ ഞാനൊരു ഇപ്പൊ എന്റെ കമ്പൈലർ ഞാൻ MIT ചെയ്തുകൊണ്ടാണ് ഒരു പ്രൊജക്ടിന് ക്ലയന്റിന്റെ ലോയർ ആദ്യം ചോദിച്ചത് പെർമിസീവ് ലൈസൻസ് ആണോ എന്നാണ്, മനസ്സിലായില്ലേ? ഇതുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉബുണ്ടു ആൻഡ് ഡെസ്ക്ടോപ്പ് പറയും. അതായത് ഏതൊരു ഫിലാന്ത്രോപ്പിസ്റ്റ് വലിയ $1 ബില്യൺ എന്തോ കൊടുത്തിട്ട് ഉബുണ്ടു എല്ലാ സ്ഥലത്തും യുബിക്വിറ്റസ് ആക്കാനൊക്കെ നോക്കി 2000 ടൈമിലൊക്കെ 10-ലൊക്കെ. അങ്ങനെയാണ് ഉബുണ്ടു
അല്ല സ്റ്റോൾമാൻ ട്രിവാൻഡ്രത്ത് വരുമായിരുന്നില്ല ഫ്രീക്വൻ്റ്ലി, അതായത് കേരള സർക്കാരിന് എന്തോ ആണ് ഫസ്റ്റ് ഗവൺമെന്റ് ബോഡി എന്തോ അഡോപ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെ എന്തോ ഉണ്ട്. ഇങ്ങനെ കേരളത്തില് ഒരു പിന്നെ ഒരു മാർക്സിന്റെ ലുക്കും ഉണ്ടല്ലോ. ഈസി ആയിരുന്നു ഡീൽ ചെയ്യാനായിട്ട്. ഞാനും മറ്റേ വിശാഖം കൂടി പോയിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്തൊക്കെ പുള്ളിനെ കാണാനായിട്ട്. അങ്ങനല്ല ആ സെഷനിൽ റജയൊക്കെ ഉണ്ടായിരുന്നു ശ്രീധന്ന്. അല്ല നിങ്ങൾ പോയ മാതിരി തന്നെ 2002 ഞാൻ കാണാൻ വരുന്നതാണ്. നമുക്ക് പരിചയമില്ല. 19 നിങ്ങളും പോയി അല്ലേ? ഓ പുള്ളി അതായത് റിപ്പീറ്റഡ്ലി വരുമായിരുന്നല്ലോ അത്രയും ഡ്യൂറേഷൻ. അയ്യോ പുള്ളി ആ സമയത്ത് അച്യുതാനന്ദന്റെ കൂടെ ചായ കുടിക്കണൊക്കെ പുള്ളി കിടിക്കും പോയി. പുള്ളി ഇത്രയും സ്വീകാര്യത എവിടെയും കിട്ടിയിരുന്നു. കോളേജിൽ വിളിക്കും, പുള്ളി പാട്ടൊക്കെ പാടും. അപ്പൊ വേറെ ഒരു പുള്ളിയുണ്ട്, ഞാൻ പുള്ളിനെ കേരള സ്റ്റാർമാൻ എന്ന് വിളിച്ചിട്ട് വലിയ അടിയൊക്കെ എന്നെ തല്ലാനൊക്കെ വന്ന ആൾക്കാര്. അതായത് ഇപ്പൊ നമുക്കിത് ഞാൻ നോക്കുമ്പോ എന്താ യുണിക്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയ സാധനം, ലിനക്സ് എന്ന് പറഞ്ഞ എന്തായാ ഓക്കെ. അപ്പൊ ഉബുണ്ടുവിന്റെ അതായിരുന്നു. പിന്നെ യുണിക്സ് ആസ് എ വേൾഡ് ക്ലാസ് സെർവർ എൻവയോൺമെന്റ്, ജാവയൊക്കെ കൂടുതലും എല്ലാവരും അത് ഉപയോഗിക്കാൻ തുടങ്ങി, മനസ്സിലായില്ലേ? അപ്പൊ അത് എന്താ പറയാ, ഇപ്പൊ മെയിൽ സെർവർ ഉണ്ടാക്കാനും മറ്റേ സെൻഡ് മെയിൽ എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? പിന്നെ ഫ്രീ BSD ജയിലാണ്ട് കണ്ടേ. അപ്പൊ കണ്ടെയ്നറൈസേഷൻ യുണിക്സിലാണ് പയനിയർ ചെയ്തത് ശ്രീധർ. അതായത് ഒറിജിനലി ഇപ്പൊ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ സൈഡ് ബൈ സൈഡ് എക്സിക്യൂഷൻ ഒരു പ്രോബ്ലം ആയിരുന്നു. ഇപ്പൊ പണ്ട് മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ വിഷ്വൽ C++ 13 ഉണ്ട്, 14 ഉണ്ടെങ്കിൽ നിങ്ങൾ 14 ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ 13 എടുത്ത് കളയണം. അപ്പൊ 13ഉം 14ഉം സൈഡ് ബൈ സൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇവര് ഫ്രീ BSDക്കാര് കണ്ടുപിടിച്ചു, മറ്റേ നിങ്ങൾക്ക് എന്തുകൊണ്ട് വെർച്വൽ മെഷീന് വരെ പ്രോസസ് ഐസൊലേറ്റ് ചെയ്തുവിടാം. അപ്പൊ ഓരോ പ്രോസസ്സും ഒരു ജയിലിലോടും. അപ്പൊ പിന്നെ ഈ പ്രോസസ്സിന് വേറെ പ്രോസസ്സിനെ തുടരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവര് 8-9 റിസോഴ്സസ് വെർച്വലൈസ് ചെയ്തു. അതിൽ നിന്നാണ് LXC LXD പ്രൊജക്ട് ഉണ്ടായത്. ലിനക്സ് കണ്ടെയ്നർ പ്രൊജക്ട് ഡെമണാന്നോ LXD പ്രൊജക്ട് ഉണ്ടായത്. LXD പ്രൊജക്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡോക്കർ കണ്ടെയ്നർ ഉണ്ടാക്കിയത്. അതാണ് ഓപ്പൺ കണ്ടെയ്നർ ഇനിഷ്യേറ്റീവ് ആയത്. അത് മൈക്രോസോഫ്റ്റ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്കർ പ്രൊഫഷന് കൂടെ വിൻഡോസ് കണ്ടെയ്നർ ഉണ്ടാക്കി. പക്ഷെ ഇപ്പൊ കാര്യമില്ല, കാരണം എന്ന് വെച്ചാൽ എല്ലാ കണ്ടെയ്നറിലും ഒരു ലൈറ്റ് വെയിറ്റ് ലിനക്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വിൻഡോസിന്റെ മുകളിൽ ലിനക്സ് പ്രോഗ്രാം ഒക്കെ ഓടിക്കാം. ഡോക്കർ ഹബ് എന്ന് പറഞ്ഞത് ഓപ്പൺ സോഴ്സ് ആണോ? അപ്പൊ അങ്ങനെ ഡോക്കർ ഹബ് ഒരു റെപ്പോസിറ്ററി ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന കണ്ടെയ്നേഴ്സ് ഒക്കെ കൊണ്ട് എവിടെ നിന്ന് എടുക്കണ്ടേ കണ്ടെയ്നറിന്റെ ഓർക്കസ്ട്രേറ്ററിന്. അപ്പൊ നിങ്ങള് ഹബില് അതിപ്പോ മാവൻ സോഫ്റ്റ് ലൈബ്രറിയിലൊക്കെ മാവൻ ചെയ്യണ വലിയൊരു സാധനമായിട്ട് കണ്ടാൽ മതി അല്ലേ നേരത്തെ. അവിടെയാണ് ആ 3 ഫ്രീഡത്തിന്റെ ഇത് വന്നത് അല്ലേ? അത് 3 ഫ്രീഡം അത് കണ്ടെയ്നറായിട്ട് ബന്ധമൊന്നുമില്ല. 3 ഫ്രീഡം എന്ന് പറഞ്ഞൊരു ഫിലോസഫിയാണ്. അതായത് ഇപ്പൊ നിങ്ങള് ഒരു പാട് കഴിച്ച് ഉണ്ടാക്കിയൊരു സാധനം ജസ്റ്റ് ബിക്കോസ് നിങ്ങൾ മറ്റ് സോഫ്റ്റ്വെയറിനെ റിലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിലീസ് ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നത് കറക്റ്റ് ആണോ? അപ്പൊ നിങ്ങളത് ചെയ്യാതിരിക്കും. ചോദ്യം ഇത്രേ ഉള്ളൂ. അതായപ്പോ ഈ ഒരാള് പ്രൊപ്പറേറ്ററി ആയിട്ട് 4th ഫ്രീഡം കൊടുത്തില്ലെങ്കിൽ 4 ഫ്രീഡം കൊടുത്തവര് മണ്ടന്മാരാവില്ലേ? അങ്ങനെ ഒരു പ്രശ്നമൊക്കെ വന്നു അവിടെ, മനസ്സിലായില്ലേ? പിന്നെ യുണിക്സ് പ്രോഗ്രാമിംഗ് മോഡൽ C++ Qt അതൊരു ടോപ്പിക് തന്നെയാണ്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് റെവല്യൂഷൻ, TCL/TK ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. പിന്നെ വെബ് ഡിപ്ലോയ്മെന്റ് ഫോർ ദി ജാവ ആൻഡ് JVM എക്കോസിസ്റ്റം. അതെ, പിന്നെ മൈക്രോസോഫ്റ്റ് ഇപ്പൊ എല്ലാത്തിനും ഉബുണ്ടു ഒക്കെ എല്ലാ 3-4 ഡിസ്ട്രിബ്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ സോഫ്റ്റ്വെയർ. നമ്മള് തീർത്തിട്ടില്ല, പക്ഷെ ഒരു ഇൻട്രൊഡക്ഷൻ ആയി വിചാരിക്കണം ചേർത്തെ.
അതെ. അല്ല ഇതിൽ നമ്മൾ പലതും നമ്മുടെ ഇനീഷ്യൽ സെഷൻസിലുണ്ട് ശരിക്കും ഡീറ്റെയിൽഡ് ഉണ്ട്. ആയിട്ടുള്ളത്. അല്ല ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ സെഷന്റെ ജനസിസ് എന്താന്ന് വെച്ചാല് സിയില് സ്കാനഫ് ഒക്കെ വെച്ച് കോഡ് എഴുതണോ അല്ലെ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റിൽ കോഡ് എഴുതണോ എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ CGI എങ്ങനെയാ വർക്ക് ചെയ്യണേ? അത് വർക്ക് ചെയ്യണമെങ്കിൽ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് എന്താണ്, എൻവയോൺമെന്റൽ വേരിയബിൾ എന്താണ്, ഈ IO റീഡയറക്ഷൻ എന്താണ്, പിന്നെ എങ്ങനെയാണ് എൻവയോൺമെന്റൽ വേരിയബിൾ വഴി ഇന്റർ പ്രോഗ്രാം കമ്മ്യൂണിക്കേഷൻ നടത്തണേ, ഇനി മറ്റേ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ട് നെറ്റ്വർക്കിലോട്ട് നമുക്ക് റൈറ്റ് ചെയ്യാം. അപ്പൊ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ക്വൈറ്റ് എ ബിറ്റ് ഓഫ് പ്രോഗ്രാമിംഗ് ഐഡിയാസ് വേണം ലിനക്സിലെ പിടികിട്ടിയ യുണിക്സിലെ. അപ്പൊ അതാണ് അതിന്റെ കാര്യം. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സം കൈൻഡ് ഓഫ് എ കൺവെർജൻസ് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദ ഡിഫറൻസ് മാറ്റർ. അല്ല ഇത് മറ്റേ ഒരാളൊറ്റക്കിരുന്ന് ചെയ്യുവാണെങ്കിൽ ഉള്ള അതായത് സോഫ്റ്റ്വെയർ ജീൻ വെക്കില്ല, അതാണ് പ്രശ്നം. അതെ അതെ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഒരു ഈ ഞാനിപ്പോ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരു ലോജിക്കോ ഹിസ്റ്റോറിക്കൽ ഏജന്റ് മോഡലിൽ പഠിക്കണ ഒരു സാധനം മനസ്സിലായില്ലേ? ഇപ്പൊ പ്രീവിയസ്ലി ജയില് എങ്ങനെ LXD ആയി, LXD എങ്ങനെ ഡോക്കറായി, ഡോക്കറില് മറ്റേ എങ്ങനെ അത് കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ പ്ലാറ്റ്ഫോംസിലോട്ട് പോയി. അതിന് വെർച്വലൈസേഷന്റെ ഒക്കെ ഹിസ്റ്ററി ഒക്കെ ഉണ്ട് ഓരോന്നിനും മനസ്സിലായില്ലേ? സെൻ വെർച്വലൈസേഷൻ നമുക്കിതൊന്നും വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോ ഇന്നത്തെ ചർച്ച ഈ അപൂർണമായിരുന്നു. കാരണം പൂർണ്ണമായി ചർച്ച ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 4-5 സെഷൻസ് വേണ്ടി വരും ഓരോന്നിനും. ഇപ്പോ ഈ ആഫ്റ്റർ ദി യുണിക്സ് മിനിമലിസം ഓരോ സെക്ഷനും വേണമെങ്കിൽ എന്താ പറയാ ഇറ്റ്സ് വർത്തി ഓഫ് ഹാവിങ് 1 സെഷൻ. ഒരു എന്താ പറയാ ചരിത്രപരമായ ഒരു അവബോധം ഉണ്ടാക്കാനും കുറെ നോർമൽ സെൻസിൽ ആൾക്കാർ നോക്കാത്ത കുറെ കാര്യങ്ങൾ ഈ ചർച്ചയിൽ ഇടവന്നു. കേർണൽ എന്താണ് യുണിക്സ്, മൾട്ടിക്സിന്റെ ഉദ്ദേശം എന്തായിരുന്നു, പിന്നെ എന്താ പറയാ ഈ നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ചർച്ച വന്നു. RPC എങ്ങനെ ഉണ്ടായി, വിൻഡോയിങ് സിസ്റ്റംസ് എങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ് POSIX സ്റ്റാൻഡേർഡ് ഒരു നോർമലൈസേഷൻ കൊണ്ടുവന്നത്, എങ്ങനെയാണ് RPC കോർബ വഴി സോപ്പിലെത്തിയത് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ ഓപ്പൺ സോഴ്സും ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെന്റും തമ്മിലുള്ള ഡിഫറൻസും അതിന്റെ ഫിലോസഫിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് പഠിച്ചു. പിന്നെ ഈ യുണിക്സ് ഒരു എന്താ പറയാ ഇന്ന് യുണിക്സ് അല്ലെങ്കിൽ POSIX അല്ലെങ്കിൽ ലിനക്സ് സിസ്റ്റംസ് ഇന്ന് വിൻഡോസിലും പല ഫോമിൽ അവൈലബിൾ ആണ്. മൈക്രോസോഫ്റ്റ് തന്നെ AWSൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പറ്റിയില്ലെങ്കിൽ ഒറാക്കിൾ വെർച്വൽ ബോക്സിൽ നമുക്ക് ലിനക്സ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യാം. അതും പറ്റിയില്ലെങ്കിൽ സിഗ്വിൻ, മിങ് W32 MSys2 മാതിരിയുള്ള ഒരു യുണിക്സ് ലൊക്കലൈക്ക് എൻവയോൺമെന്റ് വഴി നമുക്ക് ഇന്ന് തിരിയാം. പിന്നെ C പ്രോഗ്രാമിങ്ങിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചർച്ച ചെയ്തില്ല, കുറെ കാര്യങ്ങൾ അതിന്റെ പുറകിലുണ്ട്. പിന്നെ എന്താ പറയാ ഒരു ബിഫോർ ഐ ഫിനിഷ് കുറച്ച് ബുക്സ് ഉണ്ട്. ദ ആർട്ട് ഓഫ് യുണിക്സ് പ്രോഗ്രാമിംഗ് ബൈ എറിക് എസ് റൈമണ്ട്. നമ്മൾ കത്തീഡ്രൽ ആൻഡ് ദ ബസാർ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഈ അദ്ദേഹം തന്നെയാണ് ഹാക്കേഴ്സ് ഡിക്ഷണറി എഴുതിയത്. അപ്പോ ഒരു എന്താ പറയാ ഹാക്കേഴ്സിന്റെ റോൾ മോഡലാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. സ്റ്റാൾമാനും ചെറിയ ആളൊന്നുമല്ല. ഈ GNU ഇമാക്സും പിന്നെ നമ്മുടെ എന്താ പറയാ GCC ഒറിജിനലി സ്റ്റാർട്ട് ചെയ്ത് C കമ്പൈലർ പാർട്ട് എഴുതിയത് സ്റ്റാൾമാനാണ്. അപ്പോ ഇങ്ങനത്തെ പിന്നെ ലിനക്സ് ടോർവാൾഡിന്റെ കോൺട്രിബ്യൂഷൻ ഇൻ കമ്മിങ് അപ്പ് വിത്ത് എ കേർണൽ ഇൻസ്റ്റെഡ് ഓഫ് GNU ഹേർഡ്. പിന്നെ ലിനക്സ് കേർണൽ പ്ലസ് GNU യൂട്ടിലിറ്റീസ്, GNU ലിനക്സ് ആയത് എങ്ങനെ, ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് വേൾഡ് ക്ലാസ് കമ്പനീസ് ലൈക്ക് റെഡാറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. റെഡാറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ക്ലൗഡ് പയനിയർ ചെയ്തത്. പക്ഷെ ക്രെഡിറ്റ് ആമസോണാണ് കിട്ടിയത്. അപ്പോ കാരണം അവരാണ് അത് കുറച്ചുകൂടി ഒരു കമേർഷ്യൽ, അതായത് അവരുടെ
അൺയൂസ്ഡ് കമ്പ്യൂട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഒരു കമേഴ്ഷ്യൽ ഓഫറിംഗ് ആയിട്ട് മാറ്റി ഒരു ഇ-കോമേഴ്സ് സൈറ്റ് ഒരു ടെക്നോളജി കമ്പനിയായിട്ട് റീബ്രാൻഡ് ചെയ്തതിൻ്റെ ഒരു വലിയ കാര്യമുണ്ട്. പിന്നെ ഈ FreeBSD ജയില് അതെങ്ങനെ കണ്ടെയ്നറൈസേഷനിലോട്ടും അവിടെ നിന്ന് LXD പ്രൊജക്റ്റിലോട്ടും അതെങ്ങനെ ഡോക്കർ വഴി മറ്റേ കുബർനെറ്റസ് വരെ എത്തിയെന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തില്ലെങ്കിലും അത്യാവശ്യം കാര്യമുണ്ട്. മൈക്രോസോഫ്റ്റ് ആണെങ്കിലും ഇപ്പോൾ ലിനക്സ് ദേ ആർ സപ്പോർട്ടിങ് ഇൻ എ ബിഗ് വേ. അവരുടെ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു ബൾക്ക് ഓഫ് ദി മെഷീൻസ് എന്താ പറയുക ഈ ലിനക്സ് ആയതുകൊണ്ടാണ് അവർ ഈ .NET കോർ എന്നുള്ള ഇനിഷ്യേറ്റീവിലോട്ട് എന്താ പറയുക eventually they understood that okay, there is not much money there by making tools proprietary. അവരവരുടെ പ്ലാറ്റ്ഫോം തന്നെ ഓപ്പൺ ചെയ്യേണ്ടായി. അപ്പോൾ യുണിക്സ് ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് ഹാസ് ഇൻഫ്ലുവൻസ് കമ്പ്യൂട്ടിങ് എ ലോട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അത്യാവശ്യം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ യു ക്യാൻ ബിക്കം എ ബെറ്റർ പ്രോഗ്രാമർ എന്നാണ് അറ്റ്ലീസ്റ്റ് പേഴ്സണലി ഞാൻ ഫീൽ ചെയ്യുന്നത്. പിന്നെ യുണിക്സ് മെക്കാനിസം വേഴ്സസ് പോളിസി, എവരി പ്രോഗ്രാം ഈസ് എ കമാൻഡ്, എവരി കമാൻഡ് ഈസ് എ പ്രോഗ്രാം. പിന്നെ ഷെല്ല്, മിനി ലാംഗ്വേജ്, ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഡു എ വേൾഡ് ഓഫ് ഗുഡ് ഫോർ യു ആസ് എ പ്രോഗ്രാമർ ആസ് മോർ ആൻഡ് മോർ സിസ്റ്റംസ് കൺവേഴ്സ് ടു യുണിക്സ്. ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം.